ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലീസിനെ കുറിച്ചാണ്. നമ്മൾ മെയിൻ ആയിട്ട് 3 ഫാമിലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഫെബേസിയെ, ലില്ലിയേസിയെ ആൻഡ് സോളനേസിയെ. ഈ 3 ഫാമിലിനെ കുറിച്ചും അവരെങ്ങനെയാണ് വരുന്നത്, അവരുടെ കടപ്പോശം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആരൊക്കെ വരുന്നുണ്ട്, അവരുടെ ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അവരുടെ കാലിക്സിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അവരുടെ ആൻഡ്രീഷ് എങ്ങനെയാണ്, അവരുടെ ഗൈനീഷ് എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചുറ്റുമുള്ള കുറച്ച് പ്ലാന്റ്സിനൊക്കെ പഠിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഫാമിലിയിലൊക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റും പ്ലാന്റ്സിനെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് കുറച്ച് ഫാമിലികളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് അതിലത്തെ 3 ഫാമിലി, ഒരുപാട് ഫാമിലീസ് ഉണ്ട്, 3 ഫാമിലി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇന്ന് പഠിക്കാൻ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഫാമിലിയാണ് ഫെബേസിയെ. കേട്ടോ, ഫെബേസിയെ. ഈ ഫെബേസിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും ഓടി വരിക ലെഗുമിനസ് പ്ലാന്റ്സ് ആണ് ഓടി വരിക. ഒപ്പം തന്നെ നമ്മുടെ ലെഗുമിനസ് പ്ലാന്റ്സ് നമുക്ക് എപ്പോഴും അറിയാം, പീ പ്ലാന്റ് അതിൽ പെടും. പീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് എന്താ വരിക, റൈസോബിയ എന്ന് പറയുന്ന സിംബയോട്ടിക് ബാക്ടീരിയ വരും, പീ പ്ലാന്റിന്റെ അടിയിൽ വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടി വരിക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതില് പീ പ്ലാന്റ് മാത്രമല്ല, അതായത് പി വെറൈറ്റിയിൽ പെട്ട, അതായത് നമ്മുടെ പയറ് ചെടികളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, മറിച്ച് ആരൊക്കെ വരുന്നുണ്ട്, നമ്മുടെ കാസിയ ഫിസ്റ്റുലൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ കണിക്കൊന്ന ടീംസ്, അതുപോലെ തന്നെ അങ്ങനത്തെ ആളുകളൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫെബേസിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഫെബേസിയനെ കുറിച്ച് കുറച്ച് ആഴത്തിൽ പഠിക്കാം. അപ്പൊ എന്തൊക്കെയുണ്ട്, നമ്മുടെ പീ പ്ലാന്റ് എന്താണ്, ഒരു ക്ലൈംബർ ആണ്, ഒരു ഷബ് പോലെ നിൽക്കുന്ന ടീമാണ്. നല്ല ട്രീ പോലെ പോകുന്ന കാസിയ ഫിസ്റ്റുല പോലത്തെ കണിക്കൊന്ന പോലത്തെ ടീംസ് ഉണ്ട്. അപ്പൊ എല്ലാം കൂടി മിക്സ്ചർ ആയിട്ട് ഒരുപാട് വലിയ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫെബേസിയ എന്ന് പറയുന്ന ഫാമിലി എന്ന് പറയുന്നത് കേട്ടോ. ഫെബേസിയ ഇപ്പൊ വിളിച്ചു തുടങ്ങിയ പേരാണ്. പണ്ട് ഇതിനെ വിളിച്ചിരുന്ന പേരാണ് പാപ്പിലിയോണേസിയ ഫാമിലി കേട്ടോ. പാപ്പിലിയോണേസിയ ഫാമിലി. ഇന്ന് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും, നമ്മളെ ഫെബേസിയ എന്ന് വിളിക്കും. പണ്ട് പാപ്പിലിയോണേസിയ ഫാമിലി എന്നാണ് ഇതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ്, ഇതിൽ ആരൊക്കെ ഉണ്ട്, ഇതില് ട്രീസ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, ക്ലൈംബേഴ്സ് ഉണ്ട് അല്ലെ. അതാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ സ്റ്റെമ്മിനെ കുറിച്ച് പഠിക്കണം. അതിന്റെ സ്റ്റെം എങ്ങനെയായിരിക്കും, സ്റ്റെം എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് ആയിട്ടുള്ള സ്റ്റെം ഉണ്ട്, അതായത് നീണ്ടു നിൽക്കുന്ന സ്റ്റെം ഉണ്ട്. അതായത് നമ്മുടെ കണിക്കൊന്നേരൊക്കെ എങ്ങനെയാ, ഇങ്ങനെ നിൽക്കുന്ന സ്റ്റെം ഉണ്ട്, അങ്ങനെ നിൽക്കുന്ന സ്റ്റെമ്മും ഉണ്ട്. ഒപ്പം തന്നെ ഇറക്റ്റ് ആയിട്ടുള്ള സ്റ്റെം എന്ന് അതിന്റെ പറയാം കേട്ടോ. ഒപ്പം തന്നെ ക്ലൈംബേഴ്സും ഉണ്ട്. സ്റ്റെം എങ്ങനെയാ പറഞ്ഞാൽ ഇറക്റ്റും ഉണ്ട്, ക്ലൈംബേഴ്സ് ഉണ്ട്. 2 ടൈപ്പ് സ്റ്റെം ഉണ്ട്. ഇറക്റ്റ് സ്റ്റെമ്മും വരുന്നുണ്ട്, അപ്പൊ തന്നെ എന്തും വരുന്നുണ്ട്, ക്ലൈംബേഴ്സും വരുന്നുണ്ട്. അതാണ് നമുക്ക് ഇത് നോക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ, ഫെബേസിയാണ് ഫാമിലി വരുന്നത്. പാപ്പിലിയോണേസിയ ഫാമിലി ആയിരുന്നു. അതിൽ ട്രീസ് വരുന്നുണ്ട്, ഷ്രബ്സ് വരുന്നുണ്ട്, ക്ലൈംബേഴ്സ് വരുന്നുണ്ട്. ഒപ്പം തന്നെ സ്റ്റെം എങ്ങനെയാ വരുന്നത്, ഇറക്റ്റ് ആണ്. ഒപ്പം തന്നെ ചിലവരെന്താണ്, ക്ലൈംബേഴ്സ് ആണ്. നമുക്ക് ഇത് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാവുന്നത് ലീഫുകളെ കുറിച്ച് നോക്കണം. ലീഫുകളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പയറിന്റെ ലീഫ്. നമ്മൾ ഇതിൽ വേറെ പ്രത്യേകതയുണ്ട്. നമ്മൾ ചിലപ്പോ നോക്കിയിട്ട് പയറിന്റെ ലീഫ് ഇങ്ങനെയല്ലല്ലോ സാറേ, അല്ലെങ്കിൽ കണിക്കൊന്നേര ലീഫ് ഇങ്ങനെയല്ലല്ലോ. നമ്മളൊരു ഫാമിലി എന്ന് പറയുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത് കേട്ടോ. ഓരോന്നും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വേറെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇതെന്താ ഡിസ്കസ് ചെയ്യാം, കോമൺ ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണോ അതാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ആദ്യമായിട്ട് ലീവ്സ് എങ്ങനെയാ വരണേ, ലീവ്സിന്റെ അറേഞ്ച്മെന്റ് നമുക്ക് ആദ്യം എഴുതാം എന്നിട്ട് പറയാം കേട്ടോ. ആൾട്ടർനേറ്റ് ആണ് ലീവ്സ് കേട്ടോ. ലീവ്സ് ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് ആണ്. ചിലര് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ്, ചിലര് സിമ്പിൾ ആണ്. ചിലര് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ്, ചിലര് സിമ്പിൾ ആണ്. പൾവേസ് ആണ്, പൾവൈനേറ്റ് ആണ്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. ഒപ്പം തന്നെ റെക്ടിക്കുലേറ്റ് വിനേഷൻ ആണ്.
അതിനു മുന്നേ സാർ ഒരു കാര്യം പറയാണ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആളുകൾ ദയവ് ചെയ്ത് മുന്നത്തെ വീഡിയോസ് കാണുക. കാരണം നമ്മൾ ഇതില് ഫാമിലി, നമ്മള് ഒരു ചെടീനെ കുറിച്ച് പഠിച്ചു, അതിന്റെ റൂട്ടിനെ കുറിച്ച് പഠിച്ചു, സ്റ്റെമ്മിനെ കുറിച്ച് പഠിച്ചു, ലീഫിനെ കുറിച്ച് പഠിച്ചു, ഫ്ലവറിനെ കുറിച്ച് പഠിച്ചു, സെപ്പല്, പെറ്റല്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, അതിന്റെ അറേഞ്ച്മെന്റ്, പ്ലാസന്റേഷൻ എല്ലാം കഴിഞ്ഞ് അവസാനമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കും പോകുന്നത്, ഒരു ഫാമിലിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ പറയുന്ന ടേംസ് മനസ്സിലാകണമെങ്കിൽ ആദ്യം എന്തിന്റെ ബേസ് വേണം, ഇത് ഓരോന്നിന്റെയും ബേസ് വേണം. ഓക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, മുന്നത്തെ വീഡിയോസ് ആദ്യം കാണുക, എന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ഇതിലേക്ക് വരാം കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ. അപ്പോ ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഈ സപ്പോസ് ഒരു ബ്രാഞ്ച് ആണെന്ന് വിചാരിച്ചു, ലീഫ് എങ്ങനെയായിരിക്കും, ഇവിടെ ഒരു ലീഫ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത ലീഫ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെ അടുത്ത ലീഫ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെ അടുത്ത ലീഫ്. ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് കേട്ടോ. അടുത്ത ലീഫ്, അടുത്ത ലീഫ്, അടുത്ത ലീഫ്, ഇങ്ങനെ ഇവിടെ ഒരെണ്ണാണെങ്കിൽ പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, ഇങ്ങനത്തെ അറേഞ്ച്മെന്റ് നമ്മൾ എന്ത് പറയാ, ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയാം കേട്ടോ. അതെന്താണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട്. ലീഫിനെ സിമ്പിൾ ലീഫ് എന്നും പിന്നെ ഒപ്പം തന്നെ കോമ്പൗണ്ട് ലീഫ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പൗണ്ട് ലീഫിലത്തെ ഒരെണ്ണായിരുന്നു പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മുടെ ബേസ് ആണ് കേട്ടോ. അതൊക്കെ വീഡിയോസ് ഉണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് എങ്ങനെ വരുന്നത്, ഇങ്ങനെ വരും, അതിനുശേഷം ഇങ്ങനെ ലീഫുകളുടെ അറേഞ്ച്മെന്റ് വരും അല്ലെ. നമ്മുടെ വേപ്പ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേപ്പ് എന്ന് പറയുന്നത് ഒരൊറ്റ ലീഫാണ്. വേപ്പ് എന്ന് പറയുന്നത് ഒരൊറ്റ ലീഫാണ്, മനസ്സിലാക്കുക. അത് ഇതിനെ നമ്മൾ എന്താ പറഞ്ഞിരുന്നേ, ഇതിനെ റാക്സിസ് എന്ന് പറഞ്ഞു അല്ലെ. ഇതിനെ റാക്സിസ് എന്ന് പറഞ്ഞു, ഇതിനെ ഓരോന്നിനും ലീഫ്ലെറ്റ്സ് എന്ന് പറഞ്ഞു. അറിയാവുന്നതാണ്. അപ്പൊ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആകാം. ചിലപ്പോ ഇന്നത്തെ ആൾക്കാർ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആകാം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാവാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ലീഫായിട്ട് ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റി ആണ് ഉള്ളത് കേട്ടോ. അതാണ് പൾവിനേറ്റ്. പൾവിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇതൊരു ലീഫാണെങ്കിൽ, ഇതൊരു ലീഫാണെങ്കിൽ ഇതെന്തായിരിക്കും, അതിന്റെ പീറ്റിയോൾ ആയിരിക്കും അല്ലെ. ഇതിന്റെ പീറ്റിയോൾ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ ഇതൊരു ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ഇത് ബ്രാഞ്ച് ആണെങ്കിൽ, പീറ്റിയോൾ ആണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ. ഓക്കെ ആണല്ലോ. ഇതെന്തായിരിക്കും, ഇതിനാണ് പൾവിനേറ്റ് എന്ന് പറയുന്നത്. പൾവിനസ് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ പൾവിനേറ്റ് എന്ന് പറഞ്ഞ വാക്കിനകത്ത് ഇങ്ങനെ, അതായത് നമുക്ക് ഒന്നേരം അതിലെടുത്ത് നോക്കി കറക്റ്റ് അറിയാൻ പറ്റും, അടിയിലേക്ക് ഒരു കുനിപ്പ് പോലെ കാണാൻ പറ്റും അല്ലെ. അതാണ് പൾവിനേറ്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു. അതാണ് റെറ്റിക്കുലേറ്റ് വിനേഷൻ. റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വിനേഷൻ എന്ന് പറയുന്നത് പാരലൽ വിനേഷനും ഉണ്ട്, റെറ്റിക്കുലേറ്റ് വിനേഷനും ഉണ്ട് അല്ലെ. റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിഡ്രിപ്പ് ഉണ്ടായിരിക്കും, അവിടെ നിന്ന് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിന് പറഞ്ഞ പേരെന്തായിരുന്നു, റെറ്റിക്കുലേറ്റ് വിനേഷൻ അല്ലെ. അതും കഴിഞ്ഞു. പാരലൽ വിനേഷൻ എങ്ങനെയായിരുന്നു, വാഴയുടെ കേസിൽ നമ്മൾ വരച്ച് പഠിച്ചു ഓർക്കണില്ലേ, വാഴയുടെ കേസിൽ എങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു പാരലൽ വിനേഷൻ ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു വിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഓൺ എ ലീഫ് ലാമിന. അത് റെറ്റിക്കുലേറ്റും ഉണ്ട് പാരലലും ഉണ്ട്. ഇതിലെന്താണ് വരുന്നത്, റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഫെബേസിയ ഫാമിലി, കണിക്കൊന്നയും ഒപ്പം തന്നെ പയറുചെടിയും ഒക്കെ വരുന്ന വളരെ വിപുലീകരിച്ചൊരു ഫാമിലിയാണ്. ഭയങ്കര രസകരമായ ഫാമിലിയാണ്. ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ഫാമിലിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വരുന്നത് നോക്കിയേ, ട്രീസ് ഉണ്ട്, സ്hrubs ഉണ്ട്, ക്ലൈംബേഴ്സ് ഉണ്ട്. ട്രീസ് എന്താ നമുക്ക് അറിയാം, എന്താണ്, കണിക്കൊന്ന വരുന്നുണ്ട്. ക്ലൈംബർ എന്താണ്, പയറുചെടിയാണ്. സ്റ്റെമ്മ് ചിലവര് റെക്റ്റ് ആയിരിക്കും, കണിക്കൊന്നയിൽ റെക്റ്റ് അല്ല, ഇറക്കം നേരെ നിൽക്കുന്നില്ലേ. ക്ലൈംബർ ഇതിന്റെ വരണേ, പയറുചെടിയിലെ ക്ലൈംബേഴ്സ് വരണേ. പിന്നെ ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് അറിയാം, പിന്നേറ്റ്ലി കോമ്പൗണ്ട് നീണ്ട വേപ്പിലേര പോലെ, പിന്നെ പൾവിനേറ്റ് പറഞ്ഞ അടിയില് ഒരു കുനിപ്പ് പോലെ വരുന്നുണ്ട്. റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെറ്റിക്കുലേറ്റ് നെറ്റ്വർക്ക് ലൈക്ക് അറേഞ്ച്മെന്റ്. ഇതാണ് കോമൺ ആയിട്ട് ഒരു പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ പറയാനായിട്ടുള്ളത് കേട്ടോ. ആ ഫാമിലിയിലത്തെ പ്ലാന്റ്സിനെ കുറിച്ച് കോമൺ ആയിട്ട് ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരിട്ട് പോകുന്നത് അതിന്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സിലേക്കാണ് കേട്ടോ. അതായത് ഫ്ലവറിനെ കുറിച്ചാണ്. ഫ്ലോറൽ ക്യാരക്ടേഴ്സ്, ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഫ്ലോറൽ ക്യാരക്ടേഴ്സിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഫ്ലവറിന്റെ ഫ്ലവർ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ ഇൻഫ്ലോറസൻസ് നോക്കാം. ഇൻഫ്ലോറസൻസ്, ഇൻഫ്ലോറസൻസ്, ഫ്ലവർ, കാലിക്സ്,
ഗൈനീഷ്യം. മനസ്സിലായോ? നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യണം. ആദ്യം ഇൻഫ്ലോറസൻസ് എങ്ങനെയാണ്, ഫ്ലവർ എങ്ങനെയാണ്, കാലിക്സ് എങ്ങനെയാണ്, കൊറോള എങ്ങനെയാണ്, ആൻഡ്രീഷ്യ എങ്ങനെയാണ്, ഗൈനീഷ്യ എങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടി എഴുതണം, അതിന്റെ ഫ്ലോറൽ ഫോർമുല കൂടി ഇവിടെ എഴുതണം കേട്ടോ. അത് എത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യണം, നമുക്ക് അതിന്റെ ഫ്ലോറൽ ഫോർമുല കൂടി എഴുതണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഫ്ലോറൽ ഡയഗ്രാം കൂടി വരയ്ക്കണം. നമ്മൾ ആദ്യം ഇത്രയും ഈ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കും. ഓരോന്നിന്റെ കാര്യങ്ങൾ എഴുതും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കും. അത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഫാമിലി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇച്ചിരി കുറച്ച് ഇതിനോണ്ടുള്ള മനുഷ്യനുള്ള കുറച്ച് ഉപയോഗം കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി എന്ത് ചെയ്തു, കഴിഞ്ഞു. മനസ്സിലായോ? ആദ്യം ഫെബേസിയ ഫാമിലിയെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം അതിന്റെ പ്ലാന്റുകൾ എങ്ങനെയാണ് പഠിച്ചു. അതിനുശേഷം എന്താണ്, കുറച്ച് ഫ്ലോറൽ ക്യാരക്ടേഴ്സ് പഠിക്കണം. അത് ഈ ഓർഡറിൽ പഠിക്കണം. നമ്മുടെ ഇൻഫ്ലോറസൻസ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യ ഉണ്ട്, ഗൈനീഷ്യ ഉണ്ട്. ഈ ഓർഡറിൽ നോക്കാം. ഇൻഫ്ലോറസൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കാം കേട്ടോ. ഇവിടെ എഴുതിയിട്ട് അവിടെ വരയ്ക്കാം. റെസിമോസ് ഇൻഫ്ലോറസൻസ്. നമുക്ക് ഇൻഫ്ലോറസൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. റെസിമോസ് ഇൻഫ്ലോറസൻസും ഉണ്ട്, ഒപ്പം എന്തുണ്ട്, സൈമോസ് ഇൻഫ്ലോറസൻസും ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കാനുള്ള ഇവിടെ എന്താണ് തന്നെ റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്തായിരുന്നു, നമ്മൾ ആദ്യമേ പറഞ്ഞു. കണിക്കൊന്നയാണ് ഇവിടെ വരുന്ന ടൈപ്പ്. കണിക്കൊന്നയുടെ പ്രത്യേകത എന്താ വരുന്നത്, കണിക്കൊന്ന ഇങ്ങനെയല്ല വരുന്നത്. കണിക്കൊന്ന ഇങ്ങനെ ഇവിടെ ലാർജർ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടായിരിക്കും, പിന്നെ സ്മോളർ ഫ്ലവേഴ്സ് ഇങ്ങനെ ഇങ്ങനെ വരച്ചപ്പോ ഭയങ്കര സ്മോളർ ഫ്ലവേഴ്സ് ആയിപ്പോയി. ലാർജർ ഫ്ലവേഴ്സ് ഇങ്ങനെ വന്ന് ഇങ്ങനെയല്ല വരുന്നേ. ഇതാണ് റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പോയിന്റ്സ് ഞാൻ ജസ്റ്റ് റിക്കലക്ട് ചെയ്യാം. അതായത് ഇതിന്റെ പെഡങ്ങൾ എന്ന് പറയും. ഇതിനെന്താ പറയാ, പെഡങ്ങൾ എന്ന് പറയും. നമ്മുടെ ലീഫിന്റെ പീറ്റിയോൾ എന്ന് പറയും അല്ലെ. ലീഫിന്റെ പീറ്റിയോള്, ഫ്ലവറിന്റെ പെഡിസെൽ എന്ന് പറയും. ഇതിന്റെ പെഡങ്ങൾ എന്ന് പറയും ഈ വടീനെ കേട്ടോ. ലീഫിന്റെ വചനം എന്ന് പറയുന്ന പീറ്റിയോള്, ഫ്ലവറിന്റെ ആണെങ്കിൽ എന്ന് പറയും പെഡിസെൽ എന്ന് പറയും. ഇതിനെ എന്ന് പറയും പെഡങ്ങൾ എന്ന് പറയും. പെഡങ്ങൾ അൺലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും, ഒരുപാട് വളരും. ഒരു ഫ്ലവറിൽ ഒരിക്കലും ഇത് എൻഡ് ചെയ്യുന്നത്, രണ്ട് ഫ്ലവറിലാണ് ഇൻഫ്ലോറസൻസ് എൻഡ് ചെയ്യുക. അപ്പൊ അക്രോപെറ്റൽ അറേഞ്ച്മെന്റ് ആയിരിക്കും. നമുക്കപ്പം ഏറ്റവും അതായത് ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലായിരിക്കും അല്ലെ. ഇവിടെയാണ് അതിന്റെ ബ്രാഞ്ച് വരുന്നത് കേട്ടോ. ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലായിരിക്കും. ഇങ്ങോട്ട് വരുന്തോറും സ്മോളർ ഫ്ലവേഴ്സ് ആയിരിക്കും, അതായത് യങ്ങർ ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ. ഇതിന്റെ ബേസ് നമ്മൾ ഇൻഫ്ലോറസൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ ബേസ് നോക്കാം കേട്ടോ. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇൻഫ്ലോറസൻസ് എന്താ തന്നെ റെസിമോസ് ആണ്. അടുത്താണ് ഫ്ലവർ. ഫ്ലവറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കണം സൈഗോമോർഫിക് ആണ്. ബൈസെക്ഷൽ ആണ്. ബൈസെക്ഷൽ ആണ്. ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനാണ് ഹൈപ്പോഗൈനസ് ആണ്. ഹൈപ്പോഗൈനസ് ആണ്. കംപ്ലീറ്റ് ഫ്ലവർ ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. ഇത്രയും കാര്യം മനസ്സിലാക്കിയിരിക്കാം. സൈഗോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്, ഹൈപ്പോഗൈനസ് ആണ്, കംപ്ലീറ്റ് ഫ്ലവർ ആണ്. ഈ ഓരോ വേർഡ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നും കൂടി പറയാം. സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ അതിന്റെ സിമെട്രി ആണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു, ആക്ടിനോമോർഫിക് ഉണ്ടായിരുന്നു, സൈഗോമോർഫിക് ഉണ്ടായിരുന്നു. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റേഡിയൽ സിമെട്രി ആയിരുന്നു അല്ലെ. എന്താ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫ്ലവറിനെ ഏതിലൂടെ മുറിച്ചാലാണ് രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടുക. എങ്ങനെയാണ് ഒരു ഫ്ലവറിനെ മുറിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടണം. ഓക്കെ അല്ലെ. അപ്പൊ സൈഗോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പീ പ്ലാന്റിന്റെ ഒരു ഫ്ലവർ നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ സിമെട്രിയിലൂടെ മുറിച്ചാൽ മാത്രമാണ് ആ ഒരു പ്ലാന്റിനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കി തിരിക്കാൻ പറ്റുള്ളൂ. അതിനെ പറയുന്ന പേരാണ് സൈഗോമോർഫിക്. അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാ, ബൈലാട്രൽ സിമെട്രി എന്നൊക്കെ പറയും അല്ലെ. അത് മനസ്സിലായി. അടുത്താണ് ബൈസെക്ഷൽ. ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ടൈപ്പ്, ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഒരെണ്ണത്തിൽ കാണുന്നു, ഒരു ഫ്ലവറിൽ കാണുന്നു. ബോത്ത് ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഒരു ഫ്ലവറിൽ കാണുന്ന പറഞ്ഞ പേരെന്ന് പറയുന്നത് ബൈസെക്ഷൽ അല്ലെ. അപ്പൊ മെയിലിനെ ഇങ്ങനെ വരയ്ക്കാം, മെയിലിനെ ഇങ്ങനെ വരയ്ക്കും. ഫീമെയിലിനെ ഇങ്ങനെ വരയ്ക്കാം, ഫീമെയിലിനെ ഇങ്ങനെ വരയ്ക്കും. അപ്പൊ നമ്മള് ബൈസെക്ഷലിൽ എങ്ങനെയാ വരച്ച് കാണിക്കുക, ബൈസെക്ഷലില് മെയിലിന്റെ കുരിപ്പുണ്ടായിരിക്കും, അടിയിലേക്ക്
ഫീമെയിലിന്റെയും അടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബൈസെക്ഷൽ എന്ന കേസ് കേട്ടോ. ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫ്ലോറൽ ഡയഗ്രത്തിൽ ഫ്ലോറൽ ഫോർമുലയിൽ വരച്ചു വെക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കാം. വേറൊരു കാര്യം മനസ്സിലാക്കാണ്ട് നമ്മളെ സൈഗോമോർഫിക് എന്ന് പറഞ്ഞല്ലോ, ബൈലാറ്ററൽ സിമെട്രിയെ നമ്മള് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരയ്ക്കാം. ഇതാണ് ബൈലാറ്ററൽ സിമെട്രി. ഇതാണെന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമെട്രി. ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായോ? ഇങ്ങനെ വരച്ചാലും ഇതെന്താണ്, ഇതും സിമെട്രിയാണ്. ഇത് സൈഗോമോർഫിക് ആണ് അല്ലെ. സൈഗോമോർഫിക്കിന് ഇങ്ങനെയും വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും കാണിക്കാം. ഇത് രണ്ടും എന്താണ്, സൈഗോമോർഫിക് എന്ന് കാണിക്കുന്ന സിമെട്രികളാണ്. ഹൈപ്പോഗൈനസ്. എന്താണ് ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഹൈപ്പോഗൈനസ് ഉണ്ടായിരുന്നു, എപ്പിഗൈനസ് ഉണ്ടായിരുന്നു, പെരിഗൈനസ് ഉണ്ടായിരുന്നു. നമുക്ക് ഹൈപ്പോഗൈനസ് പറയാം. ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുപ്പീരിയർ ഓവറിയാണ്. ഇതാണ് തലാമസ് എങ്കിൽ ഇവിടെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ഗൈനീഷ്യ ഉണ്ടായിരിക്കുക. അതിന്റെ അടിയിലായിരിക്കും ബാക്കി എല്ലാവരും ഉണ്ടായിരിക്കുക. ആൻഡ്രീഷ്യ ആയാലും സെപ്പലായാലും പെറ്റലായാലും അവരൊക്കെ അതിന്റെ അടിയിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗൈനീഷ്യത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ സെപ്പലും പെറ്റലും ആൻഡ്രീഷ്യ ഒക്കെ അടിയിലായിരിക്കും. ഹൈപ്പോഗൈനസ് ഗൈനീഷ്യത്തിന്റെ അടിയില്. അതുകൊണ്ട് ഈ ഓവറിന് നമ്മൾ എന്തെന്ന് പറയും, സുപ്പീരിയർ ഓവറി എന്ന് പറയും. സുപ്പീരിയർ ഓവറി. സുപ്പീരിയർ എന്ന് പറയാൻ കാരണം ബാക്കി എല്ലാവരും അടിയിലാണ്. സെപ്പലായാലും പെറ്റലായാലും ആൻഡ്രീഷ്യ ആയാലും അടിയിലാണ്. നമ്മൾ എന്താ പറയാ, അതിനെ സുപ്പീരിയർ ഓവറി എന്ന് പറയും കേട്ടോ. മനസ്സിലാക്കിക്കോളൂ. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് കഴിഞ്ഞു, ഫ്ലവറിനെ കുറിച്ചുള്ള ക്യാരക്ടേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തിനെ കുറിച്ച് നോക്കണം, കാലിക്സിനെ കുറിച്ച് നോക്കണം. കാലിക്സിനെ കുറിച്ച് നോക്കുമ്പോ 5 സെപ്പൽ ഉണ്ട്. നമുക്കറിയാം കാലിക്സ് എന്ന് പറയുന്നത് സെപ്പലിനെല്ലാം കൂടിയാണ് കാലിക്സ് എന്ന് പറയുന്നത്. ഒരെണ്ണത്തിനെ എന്തെന്ന് പറയും, ഒരെണ്ണത്തിനെ നമ്മള് സെപ്പൽ എന്ന് പറയും, എല്ലാം കൂടി എന്ന് പറയും കാലിക്സ് എന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ്, 5 സെപ്പൽ ഉണ്ട്. 5 സെപ്പൽ ഉണ്ട്. പോരാത്തതിന് ഗാമോസെപ്പാലസ് ആണ്. ഗാമോസെപ്പാലസ് ആണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് അതിന്റെ എസ്റ്റിവേഷൻ എന്ന് പറയുന്നത് വാൽവേറ്റ് അല്ലെങ്കിൽ ഇംബ്രിഗേറ്റ് ആയിരിക്കും. വാൽവേറ്റ് അല്ലെങ്കിൽ ഓർ ഇംബ്രിഗേറ്റ്. അപ്പൊ എന്താണ് വാൽവേറ്റ്? ഒരുപാട് കേട്ടോ. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിഗേറ്റ്, വെക്സില്ലറി, ക്വിൻകാൻഷ്യൽ. നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് പോയി നോക്കാം, മുന്നത്തെ വീഡിയോസ് പോയി നോക്കാം. അപ്പോ 5 സെപ്പൽ ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഈ 5 സെപ്പലും ഗാമോസെപ്പാലസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗാമോസെപ്പാലസ്, പോളിസെപ്പാലസ്. ഗാമോസെപ്പാലസ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം കൂടി ഫ്യൂസ് ചെയ്തിരിക്കുക. 5 സെപ്പലും ഉണ്ട്. 5ഉം എങ്ങനെയാണ്, ഒരുമിച്ചാണ്. അപ്പൊ നമ്മൾ എന്തെന്ന് പറയാ, ഗാമോസെപ്പാലസ്. പോളിസെപ്പാലസ് എന്ന് പറഞ്ഞാലോ 5ഉം വിട്ടു നിൽക്കാം. 5 സെപ്പലും വിട്ടുവിട്ട് നിൽക്കുകയാണെങ്കിൽ പോളിസെപ്പാലസ് എന്നും, ഒരുമിച്ച് ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ഗാമോസെപ്പാലസ് എന്ന് വിളിക്കും കേട്ടോ. അത് കഴിഞ്ഞു. വാൽവേറ്റ് എസ്റ്റിവേഷൻ. എന്തായിരുന്നു വാൽവേറ്റ് എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല എന്താണ് എസ്റ്റിവേഷൻ? എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ഇൻ എ ബഡ് കണ്ടീഷൻ. ഒരു ബഡ് കണ്ടീഷനില്, അതായത് മുട്ടായിരിക്കുന്ന സമയത്ത് സെപ്പൽസിന്റെയും പെറ്റൽസിന്റെയും അറേഞ്ച്മെന്റ് നമ്മൾ എന്താ പറയാ, എസ്റ്റിവേഷൻ എന്ന് പറയാം അല്ലെ. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റില് നമ്മൾ എന്താ പറഞ്ഞ, വാൽവേറ്റ് എസ്റ്റിവേഷൻ എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാല് 5 സെപ്പൽ ഉണ്ടല്ലോ. ഒരു സെപ്പൽ എങ്ങനെ വരയ്ക്കാം, സെപ്പൽ ഇങ്ങനെ വരയ്ക്കാം. ഒരു സെപ്പല്, രണ്ടാമത്തെ സെപ്പല്, മൂന്നാമത്തെ സെപ്പല്, 4ാമത്തെ സെപ്പല്, 5ാമത്തെ സെപ്പല്. ഈ 5 സെപ്പലും വൃത്തിയിൽ വെച്ചോളൂട്ടാ. ഈ 5 സെപ്പലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യില്ല, ട്വിസ്റ്റ് ചെയ്യില്ല. ഒരു സെപ്പലിന്റെ മുഖത്ത് വേറെ സെപ്പൽ ഇങ്ങനെ കയറി ഇരിക്കില്ല. ഇങ്ങനത്തെ പറഞ്ഞ പേരെന്തെന്ന് പറയുന്നത് വാൽവേറ്റ്. ട്വിസ്റ്റഡ് ആണെങ്കിലോ ഒരാളുടെ മേലെ ഒരാൾ കയറിയിരിക്കും. ഇംബ്രിഗേറ്റ് ആണെങ്കിലോ, ഇതിന് ഇംബ്രിഗേറ്റ് എന്ന് പറയും കേട്ടോ. വാൽവേറ്റ് ഓർ ഇംബ്രിഗേറ്റ്. ഇംബ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളകത്ത് ഒരാൾ പുറത്ത്, 3 ആൾ ട്വിസ്റ്റഡ്. നമുക്കറിയാവുന്നതാണ് അല്ലെ. ഇതാണ് വാൽവേറ്റ്. ഇംബ്രിഗേറ്റ് എങ്ങനെയാ, ഒരാളകത്ത് ഒരാൾ പുറത്ത്, 3 ആൾ ട്വിസ്റ്റഡ് കേട്ടോ. മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ കാലിക്സിന്റെ അറേഞ്ച്മെന്റ് കേട്ടോ. 5 സെപ്പല് ഗാമോസെപ്പാലസ് ആയിരിക്കും. വാൽവേറ്റ് ഓർ ഇംബ്രിഗേറ്റ് എസ്റ്റിവേഷൻ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്താണ് കൊറോള. കൊറോളയെ കുറിച്ച് പറയുമ്പോ 5 പെറ്റലുകൾ പ്രസന്റ് ആണ്.
5 പെറ്റൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫാമിലിയുടെ ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടറാണ് വെക്സില്ലറി എസ്റ്റിവേഷൻ. വെക്സില്ലറി എസ്റ്റിവേഷൻ അതായത് എസ്റ്റിവേഷൻ എന്താ? അറേഞ്ച്മെന്റ് ഓഫ് പെറ്റൽസ് ആൻഡ് സെപ്പൽസ് ഓൺ ദ തലാമസ് ഇൻ ദ ബഡ് കണ്ടീഷൻ അല്ലെ. വെക്സില്ലറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 5 പെറ്റലാണ് എന്നതിൽ ആർക്കും സംശയമില്ല. പോളിപെറ്റാലസ് ആണ്. കാരണം എന്താ? എല്ലാം വിട്ടിട്ടെന്നല്ല, പക്ഷെ എല്ലാം വിട്ടിട്ടല്ല ഇങ്ങനെ നിൽക്കണം നമുക്കറിയാം അല്ലെ. അത് വെക്സില്ലറി പഠിച്ചവർക്ക് അറിയാം. 2 എണ്ണം ഒരു സ്റ്റാൻഡേർഡ് പെറ്റല്, 2 വിങ് പെറ്റല്, ഒരു കീൽപെറ്റല്. കീൽപെറ്റല് 2 ഫ്യൂസ്ഡ് ആണ്. നമുക്ക് വരച്ചു നോക്കാം കേട്ടോ. ഇല്ലാത്തൊരു മുന്നിൽ വീഡിയോ കാണാം കേട്ടോ. ഇതിനെങ്ങനെ പറഞ്ഞേ? ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടായിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടായിരിക്കും, 2 വിങ് പെറ്റലുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ 2 കീൽപെറ്റൽ ഉണ്ടായിരിക്കും. ഈ 2 കീൽപെറ്റലും ഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ വെക്സില്ലറി എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പ്രത്യേകത? ഇതെന്താണ്? ഇത് സ്റ്റാൻഡേർഡ് പെറ്റലാണ്. ഇത് 2 എന്താണ്? 2 വിങ് പെറ്റലാണ്. ഇത് 2 എന്താണ്? കീൽപെറ്റലാണ്. സ്റ്റാൻഡേർഡ് പെറ്റല് ഫ്രീ ആണ്, വിങ് പെറ്റലും ഫ്രീ ആണ്. പക്ഷേ കീൽപെറ്റൽ എന്താണ്? ഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഈ ഫ്യൂസ്ഡ് എന്ന് കാണിക്കാനായിട്ട് നമ്മള് ഈ ഫോർമുല എഴുതുമ്പോ ഒരു ട്രിക്ക് കാണിക്കും. 5 നമ്മളിവിടെ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ പറഞ്ഞു ഗാമോസെപ്പാലസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഗാമോസെപ്പാലസ്. അപ്പൊ നമ്മൾ എന്തിനാന്ന് വെച്ചാല് 5 സെപ്പൽ ഉണ്ട്. എങ്ങനെയാ ഫ്യൂസ്ഡ് എന്ന് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബ്രാക്കറ്റ് ഇങ്ങനെ ഇടും. ഈ ബ്രാക്കറ്റിന്റെ അർത്ഥമാണ് എന്ത്? ഫ്യൂസ്ഡ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഒരെണ്ണം ഫ്രീ ആണ്, 2 എണ്ണം ഫ്രീ ആണ്, ഒരെണ്ണം എന്താണ്? 2 എണ്ണം ഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ എഴുതാന്ന് വെച്ചാല്, ഒരെണ്ണം ഫ്രീ അല്ലേ 1, 2 എണ്ണം ഫ്രീ അല്ലേ 2, പിന്നെ 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണം അല്ലേ ഫ്യൂസ്ഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്രാക്കറ്റ്. അപ്പോ 1 + 2 + 2 എന്ന് പറയുന്ന പ്രത്യേകത അത് വെക്സില്ലറി എസ്റ്റിവേഷൻ ആണ്. പാപ്പിലോണേസിയ അല്ലെങ്കിൽ ഫെബേസിയ ഫാമിലി, കണിക്കൊന്നയുടെയും ഒപ്പം തന്നെ നമ്മുടെ പയർ ചെടിയുടെയും ഫാമിലി കേട്ടോ. ഓർത്ത് വയ്ക്കാം. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മൾ ഈ സെപ്പല് വരയ്ക്കും. നമ്മൾ സാറ് മറ്റേ വരച്ചത് മാറിപ്പോയി. സെപ്പല് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇങ്ങനെ വരയ്ക്കും. സെപ്പൽ എപ്പോഴും ഇങ്ങനെ വരയ്ക്കാം. സെപ്പൽ കേട്ടോ, സെപ്പൽ. സെപ്പൽ എല്ലാം കൂടി എന്ന് പറയും കാലിക്സ് എന്ന് പറയും അല്ലെ. പെറ്റൽ എപ്പോഴും ഇങ്ങനെ വരയ്ക്കാം, പെറ്റൽ. ഒപ്പം തന്നെ നമ്മള് വാൽവേറ്റ് എസ്റ്റിവേഷൻ വരച്ച സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ടുണ്ടായിരുന്നു. എന്തായാലും വരയ്ക്കാം കേട്ടോ, ഒന്നിങ്ങനെ വരയ്ക്കാം. 1, 2, 3, 4, 5. പരസ്പരം എന്തല്ല, പരസ്പരം ഓവർലാപ്പ് ചെയ്യില്ല. പക്ഷെ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഗാമോസെപ്പാലസ് എന്ന് പറഞ്ഞില്ലേ. ഗാമോസെപ്പാലസ്, പോളിസെപ്പാലസ് അത് പരസ്പരം അറിയാൻ വേണ്ടി എന്താ കാണിക്കാൻ വെച്ചാല്, പോളിസെപ്പാലസ് അതായത് സെപ്പൽസ് തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കും. പക്ഷെ സെപ്പൽസ് ഫ്യൂസ്ഡ് ആണ്, ഗാമോസെപ്പാലസ് കണ്ടീഷൻ ആണ് എങ്കിൽ എങ്ങനെയാ വരയ്ക്കാൻ വെച്ചാലേ, ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കും, ഇങ്ങനെ കണക്ഷൻ കൊടുക്കും. ഇങ്ങനെ കണക്ഷൻ കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതെന്താന്ന് അർത്ഥം? അത് ഗാമോസെപ്പാലസ് ആണ് എന്നാണ് അർത്ഥം കേട്ടോ. ഇതിനെന്ത് മനസ്സിലാക്കാൻ പറ്റും? 5 സെപ്പൽസ് ഉണ്ട്, 5 എന്താണ്? ഗാമോസെപ്പാലസ് ആണ്, ഫ്യൂസ്ഡ് ആണ്. അത് കഴിഞ്ഞു. ഇനി ആൻഡ്രീഷൻ. ആൻഡ്രീഷനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാല് 10 ആൻഡ്രീഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് 9+1 അറേഞ്ച്മെന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഡയാഡൽഫസ് ആണ്, ഫ്യൂസ്ഡ് ആണ്. നമ്മളെ ഈ ഇതിന്റെ കേസിൽ നമ്മൾ കുറച്ച് പഠിച്ചു സിനാൻഡ്രസ്, അഡൽഫസ്, സിൻജൻസിസ്, അങ്ങനെ 3 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിലമെന്റ്സ് ഒക്കെ ഫ്യൂസ്ഡ് ആയിരിക്കും, ആങ്കറുകളൊക്കെ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ചെമ്പരത്തി പൂവിന്റെ കേസ്, ചെമ്പരത്തി പൂല എന്തായിരുന്നു? മോണോ അഡൽഫസ് ആയിരുന്നു. ഒരൊറ്റ കെട്ട്, എല്ലാ സ്റ്റാമിനും കൂടിയിട്ട് ഒരൊറ്റ കെട്ടായിട്ട് ഫിലമെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആന്തർ വേറെ ആയിരിക്കും. നമ്മളൊരു സ്റ്റാമിന് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഫിലമെന്റ് ഉണ്ട്, ആന്തർ ഉണ്ട്, കണക്റ്റീവ് ഉണ്ട്. ഈ മോണോ അഡൽഫസിന്റെ പ്രത്യേകത എന്താ? മോണോ അഡൽഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ
സ്റ്റാമൻസ് ഒരുമിച്ച് കൂടിയിട്ടായിരിക്കും. പക്ഷേ അഡൽഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രത്യേകത നമ്മുടെ സ്റ്റാമൻസും ഒക്കെ നമ്മളില് ഫിലമെന്റ്സ് ഫ്യൂസ്ഡ് ആയിരിക്കും, ആന്തേഴ്സ് ഒക്കെ എന്തായിരിക്കും വേറെ വേറെ ആയിരിക്കും. അതാണ് എന്തിന്റെ പ്രത്യേകത, മോണോഡൽഫസിന്റെ പ്രത്യേകത. പക്ഷേ ഇവിടെ 9+1 അറേഞ്ച്മെന്റ് ആണ്. 9 സ്റ്റാമൻസും ഫ്യൂസ്ഡ് ആണ്. ഒരാള് മാത്രം വേറിട്ട് നിൽക്കുന്നു, ഒരാള് മാത്രം വേറെ. 9+1 അറേഞ്ച്മെന്റ് കേട്ടോ, 9+1 അറേഞ്ച്മെന്റ്, 9 ഫ്യൂ. അപ്പൊ നമ്മൾ പറയും ഡയാഡൽഫസ് ആണ്. എന്താ കാരണം, 2 ബണ്ടിലുണ്ട്, ഡയാഡൽഫസ് ആണ്. ഒപ്പം തന്നെ എന്താണ് ഇത് എന്താണ്, എല്ലാം കൂടി ഒരു ബണ്ടിലായിട്ട് നിൽക്കാണ് കേട്ടോ, മനസ്സിലാക്കാം. ഒപ്പം തന്നെ അതിൽ മനസ്സിലാക്കാനുള്ളത് അത്രയേ ഉള്ളൂ, ഡയാഡൽഫസ് അത്രയേ ഉള്ളൂ കേട്ടോ. 10 സ്റ്റാമൻസ് ഉണ്ട്, 9+1 സ്റ്റാമൻസ് ഉണ്ട്. ഒപ്പം എന്താണ്, ഡയാഡൽഫസ് ആണ്. ഡയാഡൽഫസ്, അഡൽഫസ് എന്ന് പറഞ്ഞാൽ ഫിലമെന്റ്സ് കണക്റ്റഡ് ആണ്. ഒപ്പം തന്നെ ആന്തേഴ്സ് ഡിഫറെന്റ്. അടുത്ത് ഗൈനീഷ്യം. ഗൈനീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത മോണോകാർപ്പില്ലറി ആണ്. മോണോകാർപ്പില്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാർപ്പിലേ പ്രശ്നമുള്ളൂ. മോണോകാർപ്പില്ലറി, ഡബൈകാർപ്പില്ലറി, ട്രൈകാർപ്പില്ലറി, പോളികാർപ്പില്ലറി അല്ലെ. ഒരെണ്ണാണെങ്കിൽ മോണോകാർപ്പില്ലറി, ഒരൊറ്റ കാർപ്പില്ലറി. അതായത് ഗൈനീഷ്യം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഉള്ളൂ. ഗൈനീഷ്യം സംഭവം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെ, ഒരൊറ്റ മാത്രമേ പ്രസന്റ് ഉള്ളൂ. നമ്മളെന്ത് പറയും, മോണോകാർപ്പില്ലറി എന്ന് പറയും. എന്താ പറയാ, മോണോകാർപ്പില്ലറി. അത് കഴിഞ്ഞെന്താ, മാർജിനൽ പ്ലാസന്റേഷൻ, പിന്നെ സുപ്പീരിയർ ഓവറി. സുപ്പീരിയർ ഓവറി നമുക്കറിയാം, എന്താ കാരണം, ഹൈപ്പോഗൈനസ് ആണെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഓവറി സുപ്പീരിയർ ആണ്, ബാക്കി എല്ലാ വേഴ്സും അടിയിലാണ്. അപ്പോഴേ നമുക്ക് എന്താ അറിയാം, സുപ്പീരിയർ ഓവറി ആണെന്നറിയാം. അതെന്തായിരുന്നു, പ്ലാസന്റേഷൻ. പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒവ്യൂൾസിന്റെയും പ്ലാസന്റേരിയും അറേഞ്ച്മെന്റ് എവിടെ, ഓവറിനകത്ത്. അതാണ് പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. മാർജിനൽ പ്ലാസന്റ് ഒരുപാടുണ്ട്. മാർജിനൽ പ്ലാസന്റേഷൻ, പെരൈറ്റല്, ആക്സിയല്, ബേസൽ അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾക്കത് മുന്നത്തെ വീഡിയോസ് നോക്കാം. ഇവിടെ മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയർജെടിയില്ലേ, പയർജെടീനെ ആ ഓവറി പുറത്ത് പറഞ്ഞ പോഡ് എന്ന് പറയണ്ട, പോഡ്. ആ പോഡ് നമ്മൾ ഇങ്ങനെ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക, പയർജെടിനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ വണ്ടിയല്ലേ നമ്മൾ നിറച്ച് കുരുക്കൾ കാണുക, നമ്മുടെ സീഡുകൾ കാണുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്തെന്ന് പറയുന്നത്, മാർജിനൽ പ്ലാസന്റേഷൻ കേട്ടോ. മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ടിനെ ഓവറിയിലെ മാർജിനിലായിരിക്കും ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പറഞ്ഞ പേരെന്താണ്, മാർജിനൽ പ്ലാസന്റേഷൻ. അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ നമ്മള് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിന്റെ ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കണം. ഒപ്പം തന്നെ ഫ്ലോറൽ ഫോർമുല കൂടി എഴുതണം. നമുക്ക് ആദ്യം തന്നെ അതിന് എന്ത് എഴുതാം, ഫ്ലോറൽ ഫോർമുല എഴുതാം. ആദ്യത്തെയാണ് എന്താണ്, നമ്മളിവിടെ എഴുതാം കേട്ടോ. എന്തായിരുന്നു, സൈഗോമോർഫിക് ആയിരുന്നു, ബൈലാറ്ററൽ സിമെട്രി. അത് കഴിഞ്ഞ എന്തായിരുന്നു, ബൈസെക്ഷൽ ആയിരുന്നു. സൈഗോമോർഫിക് ആയിരുന്നു, ബൈസെക്ഷൽ ആയിരുന്നു. ഇനി നമ്മൾ എഴുതേണ്ടത് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ആദ്യം അതിന്റെ സിമെട്രി എഴുതി. അത് കഴിഞ്ഞ എന്ത് എഴുതി, നമ്മുടെ ബൈസെക്ഷൽ, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. കാലിക്സ് എങ്ങനെയാ കാണുന്നത്, കാലിക്സ് എങ്ങനെയാണ്, 5 എണ്ണം ഉണ്ട്, 5 കാലിക്സ് ഉണ്ട്. പക്ഷെ എന്താണത്, ഗാമോസെപ്പാലസ് അല്ലേ, ഗാമോസെപ്പാലസ് അല്ല. അപ്പൊ എങ്ങനെ എഴുതണം, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഗാമോസെപ്പാലസിന് ബ്രാക്കറ്റ് വേണം. അടുത്തുണ്ടോ, കൊറോള എങ്ങനെയാ, വെക്സിലറി എസ്റ്റുവേഷൻ അല്ലേ. എങ്ങനെയാ പറഞ്ഞ വെക്സിലറി, സ്റ്റാൻഡേർഡ് പെറ്റല്, റിംഗ് പെറ്റല്, കീൽ പെറ്റല്. 1+2+2, 2ന് ബ്രാക്കറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്ത് എഴുതും നമ്മള്, 1+2+2. സോറി, ഞാൻ ബ്ലാക്കിൽ തന്നെ എഴുതാം കേട്ടോ. എങ്ങനെ വരാം, 1+2+2. അപ്പൊ എന്ത് വേണം, 2ന് ഒരു ബ്രാക്കറ്റും കൂടി കൊടുക്കണം. എന്താ കാരണം, കീൽപെറ്റല് ഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അതാണ് ആൻഡ്രീഷൻ. ആൻഡ്രീഷൻ എങ്ങനെയാ, 10 എണ്ണം ഉണ്ട്, 9+1 അറേഞ്ച്മെന്റ് ആണ്. അത് നമുക്ക് അറിയാം, ഡയാഡൽഫസ് അറിയാം. അപ്പൊ എന്താ എഴുതാ, 9+1. ഒപ്പം തന്നെ 9ന് ഒരു ബ്രാക്കറ്റ് വേണം. ഗൈനീഷ്യം എങ്ങനെ വരുന്നത്, മോണോകാർപ്പില്ലറി ആണ്. എന്ന് നോക്കി നടത്തുന്നുണ്ടാ, ഒരു കാർപ്പില് മാത്രമേ ഉള്ളൂ, 1 കൊടുത്തു.
സുപ്പീരിയർ ഓവറി. ഓവറി എവിടെ ഇരിക്കുന്നത്? ബാക്കി എല്ലാവരും അടിയില്, സെപ്പലും പെറ്റലും ആൻഡ്രീഷും അടിയില്, ഓവറി മുകളില്ല. നമ്മൾ എന്താ സുപ്പീരിയർ ഓവറി. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഗൈനീഷ്യത്തിന്റെ അടിയിൽ എന്ത് ചെയ്യും? ഒരു വര ഇങ്ങോട്ട് വരച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് കഴിഞ്ഞു? അതും കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതാണ് നമുക്ക് ഇതിൽ നോക്കാം. ഇതാണ് ഫ്ലോറൽ ഫോർമുല എന്ന് പറയും കേട്ടോ. അപ്പൊ ഈ ഫ്ലോറൽ ഫോർമുല പഠിച്ചു കഴിഞ്ഞ് ഇതൊക്കെ എഴുതാൻ പറ്റും. ബൈസെക്ഷൽ ആണ്, സൈഗോമോർഫിക് ആണ്, കാലിക്സ് 5 എണ്ണം ഉണ്ട്, ഗാമോസെപ്പാലസ് ആണ്, കൊറോള 1+2+2 ആണ്. അപ്പൊ എന്താണ്? എക്സിലറി എസ്റ്റുവേഷൻ ആണ്. അഞ്ചാമത്തെ എന്താ? നമ്മുടെ ആൻഡ്രീഷ്യ 9+1 അറേഞ്ച്മെന്റ് ആണ്, ഡയാഡൽഫസ് ആണ്. പിന്നെ ഗൈനീഷ്യം ഹൈപ്പോഗൈനസ് ആണ്. എന്താ കാരണം? സുപ്പീരിയർ ഓവറി ആണ്, ഒരെണ്ണേ ഉള്ളൂ. എന്താ കാരണം? 1 കൊടുത്തിട്ടുണ്ട്, മോണോ കാർപ്പുലറി ആണ്. അപ്പൊ ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുവിധമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പൊ ഇത് കമ്പൽസറി ആയിട്ട് പഠിക്കാം കേട്ടോ. കമ്പൽസറി മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കാം ഈ ഫോർമുല. നമുക്ക് 3 ഫാമിലി ഉണ്ട്. ഇതാണ് ആദ്യത്തെ ഫാമിലി കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഉള്ളിൽ സംഭവം വരയ്ക്കണം. നമ്മൾ ആദ്യത്തെ വരച്ചു കഴിഞ്ഞു. നമ്മള് കാലിക്സ് വരച്ചു 5 എണ്ണം, 1 2 3 4 5. ഗാമോസെപ്പാലസ് ആണ് എന്ന് വെച്ചാൽ നടക്കുന്നുണ്ടോ? ഒക്കെ കണക്റ്റഡ് ആണ്. നമുക്ക് അടുത്ത് എന്ത് വരയ്ക്കണം? കൊറോള വരയ്ക്കണം. കൊറോള എങ്ങനെയാണ്? വെക്സിലറി എസ്റ്റുവേഷൻ ആണ്. ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ട്, 2 വിങ് പെറ്റൽ ഉണ്ട്, 2 വിങ് പെറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ 2 കീൽ പെറ്റൽ ഉണ്ട്. കീൽ പെറ്റൽ എന്താണ്? ഫ്യൂസ്ഡ് ആണ്. ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ അത് കഴിഞ്ഞു. നോക്കിയേ, ഞാൻ സെപ്പൽ എങ്ങനെ വരച്ചേ? സെപ്പല് ഇങ്ങനെയല്ല വരച്ചേ, പെറ്റൽ എങ്ങനെ വരച്ചേ? മനസ്സിലാക്കാനോ? ശ്രദ്ധിച്ചോളൂ, ഇതിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞേ, അപ്പൊ നമ്മള് കാലിക്സ് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ സിമട്രി ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം കേട്ടോ. ഇങ്ങനെ എഴുതി വെക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ മറ്റോണം എഴുതി വെക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുന്നത്? കാലിക്സ് കഴിഞ്ഞു, കൊറോള കഴിഞ്ഞു, ആൻഡ്രീഷ്യം. അതിപ്പോ ഇവിടെ എഴുതിയെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അതായത് ആൻഡ്രീഷ്യം 9+1 അറേഞ്ച്മെന്റ് ആണ്. 10 എണ്ണം ഉണ്ട് അല്ലെ. ഞാൻ റെഡ് കൊണ്ട് വരയ്ക്കാം കേട്ടോ. ഒന്നാമത്തെ ഒറ്റയ്ക്ക് കിടക്കുന്ന ആദ്യം വരച്ചു, പിന്നെ വരച്ചു 1 2 3 4 5 6 7 8 9 എണ്ണം. 9+1 9. 9 ആളും ഒരുമിച്ച് ഒരു ബണ്ടിലല്ലേ? ഡയാഡൽഫസ് അല്ലേ? 9 എണ്ണം ഒരുമിച്ച്, ഒരെണ്ണം ഒറ്റയ്ക്ക്. അത് കാണിക്കാനായിട്ട് ഈ 9 എണ്ണത്തിനും ഒരുമിച്ച് ഇങ്ങനെ യോജിപ്പിച്ചു. ഡയാഡൽഫസ് ആയി. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഗൈനീഷ്യം സുപ്പീരിയർ ഓവറിയാണ്. എന്ന് വെച്ചാൽ അത് നമുക്ക് കളി കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഇതിൽ വരയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മള് ഗൈനീഷ്യം വരച്ചു, അതിന്റെ പ്ലാസന്റേഷൻ കാണിക്കാൻ പറ്റും. മാർജിനൽ പ്ലാസന്റേഷൻ ആണ് കാണിക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് ഈ അറ്റത്ത് കൊടുക്കാം. യൂണിലോക്കുലാർ ആണ്, ഒരു ലോക്കസേ ഉള്ളൂ. അപ്പൊ എന്താണ്? മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്, ഫ്ലോറൽ ഫോർമുല, ഫ്ലോറൽ ഡയഗ്രാം. മനസ്സിലാക്കി വൃത്തിക്ക് പഠിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇത് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ സിമെട്രി കൂടി കൊടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടി മനസ്സിലാക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതും കൂടി പഠിക്കണം. ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴേ ഇത് മെയിൻ ആയിട്ട് പൾസസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ശരിക്കും നോക്കിക്കോളൂ. എക്കണോമിക് ഇമ്പോർട്ടൻസിന് സാധാരണ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം എന്താ പറഞ്ഞേ, ഇതിൽ പൾസസ് ആയിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പൾസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കടല, മുതിര, പയറ്, അതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ നമുക്ക് പേരുകളുണ്ട് കേട്ടോ. അതിന്റെ അതെന്താണ്? പൾസസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പൾസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഗ്രാം വരുന്ന പറയണം. ഗ്രാം വരുന്നുണ്ട്. ഒപ്പം തന്നെ മോക്ക് വരുന്നുണ്ട്, സെമ്മ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അർഹർ വരുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞേ? പിന്നെ അത്രയേ ഉള്ളൂ തോന്നുന്നു. സോയാബീൻ വരുന്നുണ്ട്. സോയാബീൻ അതിലാണോ വരുന്നത്? സോയാബീൻ ഉൾപ്പെടെ വരുന്നുണ്ട് കേട്ടോ.
ഇല്ലടോ? സോയാബീൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നും സിമ്പിൾ ആണ്. ഇത് നമ്മൾ ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല മുതിരൊക്കെ, ഹോഴ്സ് ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുതിരയാണ്. മോങ്ക് എന്ന് പറഞ്ഞാല് ചെറുപയറാണ് കേട്ടോ. മോങ്ക് എന്ന് പറഞ്ഞാൽ ചെറുപയറാണ്. സെം എന്ന് പറഞ്ഞാൽ അമരപ്പയർ. സെം എന്ന് പറഞ്ഞാൽ അമരപ്പയറ്, മോങ്ക് എന്ന് പറഞ്ഞാൽ ചെറുപയറ്, അർഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പ്. പരിപ്പില്ലേ, നമ്മൾ ഡാൽ വെക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പില്ലേ, അതാണ് അർഹർ എന്ന് പറയുന്നത്. സോയാബീൻ നമുക്കറിയാലോ. അപ്പൊ ഇത് മനസ്സിലാക്കണം, കാരണം ഫിഗർ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം. അപ്പൊ എന്താണ് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കടല മുതല വരും. മോങ്ക് എന്ന് പറയുന്നതാണ് ചെറുപയറാണ്. സെം എന്ന് പറഞ്ഞാൽ അമരപ്പയറാണ്. അർഹർ എന്ന് പറഞ്ഞ സംഭവം എന്താണ്? പരിപ്പാണ്. സോയാബീൻ നമുക്കറിയാം. ഇനി എഡിബിൾ ഓയിൽ വരുന്നുണ്ട് കേട്ടോ. എഡിബിൾ ഓയിൽ ഈ ടീംസിൽ വരുന്നതാണ് എഡിബിൾ ഓയിൽ. എക്സാമ്പിൾ ആണ് നമുക്ക് സോയാബീൻ വരുന്നുണ്ട്, ഒപ്പം തന്നെ ഗ്രൗണ്ട് നട്ട് വരുന്നുണ്ട് കേട്ടോ. സോയാബീനും ഉണ്ട്, ഗ്രൗണ്ട് നട്ട്. അപ്പൊ സോയാബീനും ഗ്രൗണ്ട് നട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൈ ഉണ്ട്, ഡൈ ആണ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇൻഡിഗോ ഫിറ. മലയാളത്തിൽ അതിനെ നീലയമരി എന്ന് പറയും. നീലയമരി ഇൻഡിഗോ ഫിറ കേട്ടോ. ഇൻഡിഗോ ഫിറ ഡൈ ഉണ്ട്. പിന്നെ നമുക്ക് ഫോഡറിനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഓർണമെന്റൽ പ്ലാന്റ് ഉണ്ടായിരുന്നു. ഓർണമെന്റൽ പ്ലാന്റ്സ് ഉണ്ട്. സ്വീറ്റ് പീ ഉണ്ട്, ലുപ്പിനും ഉണ്ട്, സ്വീറ്റ് പീ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. അതായത് ലുപ്പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഫോട്ടോ എടുത്ത് നോക്കണം. കാവടി പോലെയാണ്. അതായത് നമ്മുടെ പൂരത്തിനും കാവടി ഉണ്ടാവില്ലേ, കാവടി നല്ല ഉയരത്തില് കാവടി പോലത്തെ അറേഞ്ച്മെന്റ് ആണ് ഈ ലുപ്പിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. സ്വീറ്റ് പീ ഒരു പിങ്കിഷ് റെഡ് കളർ, ഒരു ഭംഗിയുള്ള ഫ്ലവർ ആണ്. നിങ്ങൾ എന്ത് നോക്കിയില്ലെങ്കിലും ലുപ്പിന്റെ ഫ്ലവർ എങ്ങനെയാ നോക്കിക്കോളൂ. ലുപ്പിൻ എന്ന് പറഞ്ഞാൽ ഒരു കാവടി പോലത്തെ സ്ട്രക്ചർ ഉള്ള ഒരു ഫ്ലവർ ആണ്. ഭയങ്കര ഭംഗിയായിട്ടുള്ള ഫ്ലവർ ആണ്. അവരൊക്കെ ഫെബേസിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. പിന്നെ നമുക്ക് ഇൻഡിഗോ ഫിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡൈ ആണ്. ഡൈർ ഉണ്ടാവും, ഒരു നമ്മൾ നീലം എന്നൊക്കെ പറയില്ലേ, അതായത് നീലയമരി എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത്. ഇനി നമ്മൾ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മുള്ളതി. മെഡിസിൻ മുള്ളതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശതവാരി എന്ന് പറഞ്ഞ ചെടിയുണ്ട് നമുക്ക്. ശതവാരിയുടെ ചെടിയുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇത് ഇമ്പോർട്ടന്റ് ഓർത്ത് വെക്കട്ടെ. ഗ്രാം എന്ന് പറഞ്ഞ കടല മുതിര, മൂങ്ക് എന്ന് പറഞ്ഞ ചെറുപയറ്, സെം എന്ന് പറഞ്ഞ അമരപ്പയറ്, അഹാർ എന്ന് പറഞ്ഞ പരിപ്പ്, സോയാബീൻ ഓർത്ത് വെക്കട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന് വെച്ചാല് നമുക്ക് ഒരു ഫെബേസിയ ഫാമിലി തരും, ഒരു സോളനേസിയ ഫാമിലി തരും. ഇത് രണ്ടാൾക്കാർ ഒരുമിച്ച് ഇതിൽ ഏതാണ് ഫെബേസിയ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കണം. സോയാബീൻ ഏതിൽ വിടും? ഗ്രൗണ്ട് നട്ട്, ഇൻഡിഗോ ഫിറ, സ്വീറ്റ് പീ, ലുപ്പിൻ. ഇതൊക്കെ എന്ത് ചെയ്യാം? ഇതിന്റെയൊക്കെ ഫിഗറുകൾ നോക്കി പഠിക്കും. ഇതിനൊക്കെ എന്താ? ഇതിനൊക്കെ ഫിഗർ നമ്മൾ ഫോട്ടോ എടുത്ത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ കണ്ടു, എഴുതി, ഫോട്ടോ നോക്കി പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഫെബേസിയ എന്ന് പറഞ്ഞ ഫാമിലിനെ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ അടുത്തതായിട്ട് അടുത്ത ഫാമിലിയിലേക്ക് പോകാം. അടുത്ത ഫാമിലി നമുക്ക് ലില്ലിയേസിയ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? അത് കഴിഞ്ഞ് നമുക്ക് സോളനേസിയനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ രണ്ട് ഫാമിലിനെ കുറിച്ചും ഇനി പഠിക്കാനുണ്ട്. സോളനേസിയ ഫാമിലി അല്ലെ. സോളനേസിയ ഫാമിലി എന്ന് പറയുമ്പോഴേ അത് മെയിൻ ആയിട്ട് അതിൽ വരുന്നത് നമ്മുടെ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, തക്കാളി, അതുപോലെ തന്നെ മുളക്, അങ്ങനത്തെ ടീംസ് ഒക്കെ വരുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറെ സംഭവം. നമ്മളായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഫെബേസിയനേക്കാളും കൂടുതൽ സോളനേസിയ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുക്കളയിൽ പോയി കഴിഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും. നമ്മുടെ മുളക് കിട്ടും, അതുപോലെ തക്കാളി, വഴുതനങ്ങ, അങ്ങനത്തെ കുറെ ആൾക്കാർ പൊട്ടാറ്റോ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സോളനേസിയ എന്ന് പറയുന്നത് കേട്ടോ. സോളനേസിയയിലെ പൊട്ടാറ്റോ ഉൾപ്പെടുന്ന കാരണം അതിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്. അതാണ് പൊട്ടാറ്റോ ഫാമിലി കേട്ടോ. പൊട്ടാറ്റോ ഉൾപ്പെടുന്ന പൊട്ടാറ്റോ ഫാമിലി കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് നോക്കാം. നമ്മൾ മുളകായാലും തക്കാളി ആയാലും വഴുതനങ്ങ ആയാലും നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ. അത് ഹെർബേഷ്യസ് ആണ്, ഒപ്പം തന്നെ ഇറക്റ്റ് ആണ്. പിന്നെ ഇറക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇറക്റ്റ് ആണ്, ഹെർബേഷ്യസ് ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അണ്ടർഗ്രൗണ്ട് സ്റ്റെം വെറൈറ്റീസ് കാണിക്കുന്നുണ്ട്.
നമ്മുടെ പൊട്ടാറ്റോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ പഠിച്ചിട്ടുണ്ട്. സ്റ്റെമ്മിനെ കുറിച്ച് പഠിച്ചപ്പോ അണ്ടർഗ്രൗണ്ട് സ്റ്റെം വെറൈറ്റി ആണ്, അതായത് അതിൽ നോഡ് ഇന്റർനോഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മും ഇതിലുണ്ട് അല്ലെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം വെറൈറ്റീസും. അപ്പൊ അത് കഴിഞ്ഞു നമ്മൾ അതായത് നോർമൽ ആയിട്ട് സ്റ്റെമ്മിനെ കുറിച്ച് പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്വാഭാവികം ഇതിനെ കുറിച്ച് പറയാറ് ലീഫിനെ കുറിച്ചാണ് പറയാറ്. ലീഫിനെ കുറിച്ച് പറയുമ്പോ പറയേണ്ടത് അൾട്ടർനേറ്റ് ആണ്. അൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അൾട്ടർനേറ്റ് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. സിമ്പിൾ ആണ് അല്ലെങ്കിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് നമ്മൾ പറഞ്ഞതാണ്, ഞാൻ വേഗം ഓടിച്ചോ. ആൾട്ടർനേറ്റ് ആണ്, സിമ്പിൾ ആണ്, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ്, എക്സ്റ്റിപ്പുലേറ്റ് ആണ്. എക്സ്റ്റിപ്പുലേറ്റ് ആണ്. പിന്നെ നമുക്ക് എന്താ പറയാ, റെക്ടിക്കുലേറ്റ് വേരിയേഷൻ ആണ്. നമ്മൾ മറ്റേതിൽ പറഞ്ഞപ്പോ ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതാ വേഗം പറയാൻ, ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റെം ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ലീഫ് ഉണ്ടാവും, ഇവിടെ നിന്ന് വേറെ ലീഫ് ഉണ്ടാവും, ഇവിടെ നിന്ന് വേറെ ലീഫ് ഉണ്ടാവും. ഇത് നമ്മൾ എന്താ പറയാ, ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്, ആൾട്ടർനേറ്റ് ഫിലോടാക്സി എന്ന് പറയും അല്ലെ. സിമ്പിൾ എന്ന് പറയുന്നത് സാധാരണ ഒരൊറ്റ ലീഫ് മാത്രമാണ് എന്ന് പറയും സിമ്പിൾ എന്ന് പറയും. ചിലപ്പോ അതെന്തായിരിക്കും, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിരിക്കും. പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താ, ലീഫ് ആക്സിസിന് ചുറ്റും ഇങ്ങനെ ലീഫ് അറേഞ്ച്മെന്റ്, വേപ്പിന്റെ ഇല പോലത്തെ അറേഞ്ച്മെന്റ് നമ്മൾ എന്ത് പറയും, പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറയും. എസ്റ്റിപ്പുലേറ്റ് എന്ന് പറയുന്നത്, സ്റ്റിപ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ബഡ് കണ്ടീഷനിൽ ഒരു ലീഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വേർഡാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഒരു ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു നാക്ക് പോലെ സ്ട്രക്ചർ കേട്ടോ. ചിലപ്പോൾ സ്റ്റിപ്യൂൾ ഉണ്ടാവാം, ചിലപ്പോൾ സ്റ്റിപ്യൂൾ ഇല്ലാതിരിക്കാം. അതായത് പേഴ്സിസ്റ്റ് ചെയ്യാൻ ഇല്ലാതിരിക്കാം. സ്റ്റിപ്യൂൾ ഇല്ലാന്നല്ല ഉദ്ദേശിച്ച സ്റ്റിപ്യൂള് ബേസ്റ്റ് അല്ലാതിരിക്കാം. അപ്പൊ ഇതിന്റെ പ്രത്യേകതയാണ് ഇവർക്ക് സ്റ്റിപ്യൂൾ ഇല്ല, എക്സ്റ്റിപ്യൂലേറ്റ് ആണ്. ഇതെന്താ പ്രത്യേകത, ഇവർക്ക് സ്റ്റിപ്യൂൾ ഇല്ല, എക്സ്റ്റിപ്യൂലേറ്റ് ആണ് ഇവര്. അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് കേട്ടോ. പിന്നെ റെക്ടിക്കുലേറ്റ് വിനേഷൻ നമുക്കറിയാം, ഒരു ഇല നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് മിഡ്രിബ് ഉണ്ടായിരിക്കും, ഫുള്ള് നെറ്റ്വർക്ക് പോലത്തെ അറേഞ്ച്മെന്റ് ആയിരിക്കും റെക്ടിക്കുലേറ്റ് വിനേഷൻ. അപ്പൊ കഴിഞ്ഞില്ലേ, അൾട്ടർനേറ്റ് ആണ്, സിമ്പിൾ ലീഫ് ആവാം അല്ലെങ്കിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആവാം, സ്റ്റിപ്യൂൾ പ്രസന്റ് അല്ല, ഇവർക്ക് റെക്ടിക്കുലേറ്റ് വിനേഷൻ ആണ്. അപ്പൊ നമ്മൾ ലീഫിനെ കുറിച്ചുള്ള സംസാരങ്ങൾ കഴിഞ്ഞു. എന്താണ് ലീഫ് എന്ന് നമുക്ക് അറിയാട്ടോ. നമുക്ക് ലീഫിനെ കുറിച്ചും സ്റ്റെമ്മിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഫെബേസിയ ഫാമിലിയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എഴുതും, ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കും, ഒപ്പം തന്നെ ഫ്ലോറൽ ഫോർമുല എഴുതും. ഫ്ലോറൽ ക്യാരക്ടേഴ്സ് കേട്ടോ, ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. നമ്മളിവിടെ ക്യാരക്ടേഴ്സ് എഴുതും, അവിടെ ഡയഗ്രാം വരയ്ക്കും, ഇവിടെ എന്തെഴുതും, ഇവിടെ ഫോർമുലാസ് എഴുതും കേട്ടോ. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫോർമുല എഴുതും, ഇവിടെ ഡയഗ്രാം വരയ്ക്കും, ഇവിടെ അതിന്റെ ക്യാരക്ടേഴ്സ് എഴുതും. ആദ്യത്തെ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, ഇൻഫ്ലോറസൻസ്, ഫ്ലവർ, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഫ്രൂട്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം, മനസ്സിലായോ? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കാം, എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് കടക്കാനായി പാടുള്ളൂ. ഫ്ലോറൽ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ഈ ഓർഡർ കീപ്പ് ചെയ്യണം കേട്ടോ. ഈ ഓർഡർ കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഈ ഓർഡർ നിർബന്ധമായിട്ടില്ല, അത് കീപ്പ് ചെയ്യണം. ആദ്യത്തെയാണ് ഇൻഫ്ലോറസൻസ്. ഇൻഫ്ലോറസൻസില് ഒന്നില്ലെങ്കിൽ സോളിറ്ററി ആവും, അല്ലെങ്കിൽ ഇവൻ കാണിക്കുന്ന ഇൻഫ്ലോറസൻസ് ആണ് സൈമോസ് ഇൻഫ്ലോറസൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും, ഒറ്റയ്ക്ക് ഒരു ലീഫ്, സിമ്പിൾ ലീഫായിട്ട് നിൽക്കും. ഒന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും, സിമ്പിൾ ആയിട്ട് ഒരു ലീഫായിട്ട് ഇങ്ങനെ നിൽക്കും, സോളിറ്ററി ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ എന്ത് കാണിക്കും, സോറി ലീഫ് അല്ല കേട്ടോ, ഫ്ലവർ ആണ് കേട്ടോ, സോറി. ഒറ്റയ്ക്കൊരു ഫ്ലവർ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ കാണിക്കുക, സൈമോസിന്റെ പ്രത്യേകത എന്തായിരുന്നു, നമുക്ക് റെസിമോസും സൈമോസും പഠിക്കാനുള്ളത്. സൈമോസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലിമിറ്റഡ് ഗ്രോത്ത് ഓഫ് പെടങ്ങളാണ്. അതായത് നമ്മുടെ പെടങ്ങൾ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഈ ഫ്ലവേഴ്സ് ഒക്കെയുള്ള പൂങ്കുലേനെ ആ വടീനെ പറഞ്ഞ പേരാണ് പെടങ്ങൾ എന്ന് പറയുന്നത്. അതെന്താണ്, ലിമിറ്റഡ് ഗ്രോത്ത് ആണ്, അധികം വളരൊന്നുമില്ല. അടുത്ത കാര്യം ഇത്രയും ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ, വളരെ ചെറിയ ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. ഒപ്പം തന്നെ
യങ്ങർ ഫ്ലവർ ആണ്. യങ്ങർ. ഓൾഡർ ഫ്ലവർ ടിപ്പിൽ കാണപ്പെടുന്നുണ്ട്. യങ്ങർ ഫ്ലവർ എവിടെ കാണുക? നമ്മുടെ ബേസൽ റീജിയൻ കാണും. അതുകൊണ്ട് എന്ന് പറയും ബേസിപെറ്റൽ അറേഞ്ച്മെന്റ്. ബേസിപെറ്റൽ അറേഞ്ച്മെന്റ് എന്ന് പറയും. എന്താ കാരണം? ഇതിങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ബേസൽ പെറ്റൽ എന്ന് പറയുന്ന കാരണം ബേസലില് യങ്ങർ ഫ്ലവേഴ്സ് ഓൾഡർ ഫ്ലവേഴ്സ് ടിപ്പിലും കാണുന്ന കാരണം ബേസ് പെറ്റൽ അറേഞ്ച്മെന്റ്. മറ്റേലെന്തായിരുന്നു? റെസിമോസില് നമ്മുടെ അക്രോപെറ്റൽ അറേഞ്ച്മെന്റ് ആയിരുന്നു. അൺലിമിറ്റഡ് ഗ്രോത്ത് ഓഫ് പെടങ്ങളായിരുന്നു. ഒപ്പം ഒരു ഫ്ലവറില് നമ്മുടെ ആ ഇൻഫ്ലോറൻസ് എൻഡ് ചെയ്യില്ല. ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, ഒരു ഫ്ലവറില് ഈ ഇൻഫ്ലോറൻസ് എൻഡ് ചെയ്തു. ഇങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ സൈമോസ് ഇൻഫ്ലോറൻസ് വരുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ സോളിറ്ററി ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കും, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? സൈമോസ് ഇൻഫ്ലോറൻസ് കാണിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇതിൽ വരുന്നത് കേട്ടോ. ഫ്ലവറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവര് ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്. ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക്. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ഫ്ലവറില് രണ്ട് മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് പ്രസന്റ് ആയിട്ട് നമ്മൾ എന്ത് പറയും? ബൈസെക്ഷൽ എന്ന് പറയും. അടുത്താണ് ആക്ടിനോമോർഫിക്. ആക്ടിനോമോർഫിക് എന്ന് പറയുന്നത് സിമെട്രി ആണ്. സിമെട്രി നമ്മൾ കഴിഞ്ഞിടെ എന്ത് പഠിച്ചു? ഫെബേസിയയുടെ നമ്മൾ സൈഗോമോർഫിക് ഇങ്ങനെ വരയ്ക്കാൻ പഠിച്ചു. ആക്ടിനോമോർഫിക് അപ്പൊ എങ്ങനെയായിരിക്കും? സൈഗോമോർഫിക് നമുക്ക് ഞാൻ പറഞ്ഞ ഇങ്ങനെയും കൂടി വരയ്ക്കാന്ന് പറഞ്ഞു കേട്ടോ. ആക്ടിനോമോർഫിക് നമ്മൾ ഇങ്ങനെയായിരിക്കും വരയ്ക്കാം. എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ഫ്ലവറിനെ എങ്ങനെ മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ട് ഈക്വൽ ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ആ പ്ലെയിൻ സെന്ററിലൂടെ പാസ് ചെയ്യണം. മനസ്സിലായോ? ഒരു ഫ്ലവറിനെ എങ്ങനെ മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ട് ഈക്വൽ ഹാഫ് ആക്കി തിരിക്കാൻ പറ്റും. സപ്പോസ് ഇങ്ങനത്തെ ഒരു ചെടിയാൻ ചോദിക്കും, ഇങ്ങനത്തെ ഒരു ഫ്ലവർ ആണ്, എങ്ങനെ മുറിച്ചാലും രണ്ട് ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റും. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് സെന്ററിലൂടെ പാസ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അല്ലാതെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ മുറിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു പ്ലെയിനിലൂടെ മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ രണ്ടടിക്കിരിക്കാൻ പറ്റും. ഇതിനെ റേഡിയൽ സിമെട്രി എന്ന് കൂടി പറയും കേട്ടോ. അതാണ് എന്തെന്ന് പറയുന്നത്? ആക്ടിനോമോർഫിക്. നമ്മൾ അടുത്തായിട്ട് കാലിക്സ് കഴിഞ്ഞു. ഇനി കൊറോളാനെ, കാലിക്സിനെ കുറിച്ച് ഫ്ലവർ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തിനെ കുറിച്ച് നോക്കണം? കാലിക്സിനെ കുറിച്ച് നോക്കണം. കാലിക്സ് 5 സെപ്പൽ ഉണ്ട്. 5 സെപ്പൽ. ഗാമോസെപ്പാലസ് 5 സെപ്പൽ ഉണ്ട്. ഗാമോസെപ്പാലസ് ആണ്. വാൽവേറ്റ് ഏസ്റ്റുവേഷൻ ആണ്. 5 സെപ്പൽസ് ഉണ്ട്, ഗാമോസെപ്പാലസ് ഉണ്ട്, വാൽവേറ്റ് ഏസ്റ്റുവേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഈ ഒരു ഫാമിലിയിൽ തന്നെ. ഈ ഫാമിലിനെ ഐഡന്റിഫൈ ചെയ്യുന്ന പോയിന്റ് ആണ് പെർസിസ്റ്റന്റ് കാലിക്സ്. നമ്മൾ കഴിഞ്ഞ ഫാമിലി ഫെബേസിയയിൽ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണം വെക്സില്ലറി ആയിട്ടുള്ള എസ്റ്റിവേഷൻ ഉണ്ടായിരുന്നു അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് പെറ്റല്, വിങ് പെറ്റല്, കീൽ പെറ്റല്. അതുപോലെ തന്നെ 9+1 അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു. ഇത് രണ്ടുമായിരുന്നു അതിന്റെ ഏറ്റവും കൂടുതൽ ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ എങ്കിൽ ഫാമിലി സൊളനേസിയയുടെ നമ്മുടെ മുളകും തക്കാളിയും വഴുതനങ്ങയും ഒക്കെ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങൊക്കെ വരുന്ന ഈ ഫാമിലിയിലെ മോസ്റ്റ് ഐഡന്റിഫൈങ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? പെർസിസ്റ്റന്റ് കാലിക്സ്. എന്ന് വെച്ചാൽ എന്താ? ഇതൊരു മുളകല്ലേ, ഇതൊരു മുളക്. നിങ്ങൾ നോക്കിയേ, ഇതിന്റെ കാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ കാലിക്സ് എന്ന് പറയുന്നത്. ഞാൻ പൊട്ടിച്ചെടുക്കാം കേട്ടോ. പൊട്ടിച്ചെടുത്ത അവസാനം പറയരുത് പെർസിസ്റ്റന്റ് അല്ല എന്ന് പറയരുത്, പൊട്ടിച്ചെടുത്തു. ഇതാണ് കാലിക്സ് എന്ന് പറയുന്നത് അല്ലെ. മുളകിൽ എപ്പോഴും നമ്മൾ ഇത് കാണാറില്ലേ? തക്കാളിയിൽ കാണാറില്ലേ? വഴുതനങ്ങയിൽ കാണാറില്ലേ? അപ്പൊ എന്താ പ്രത്യേകത? പെർസിസ്റ്റന്റ് കാലിക്സ് ആണ്. കാലിക്സ് ഫ്രൂട്ട് റൈപ്പൺ ചെയ്ത് പോയാലും കൂടെ തന്നെ കാണും. അങ്ങാടി മുളക് എന്ന് വിളിക്കുന്ന നമ്മുടെ മുളകുണ്ടല്ലോ, പൊടിപ്പിക്കാനുള്ള മുളക്, അതിലും ഇത് കാണില്ലേ? പെർസിസ്റ്റന്റ് കാലിക്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പെർസിസ്റ്റന്റ് കാലിക്സ്. അപ്പൊ കഴിഞ്ഞു. ഇനി എന്താണ്? സെപ്പൽസ് 5 ഉണ്ട്. വാൽവേറ്റ് ഏസ്റ്റുവേഷൻ ആണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ വരയ്ക്കാട്ടോ. സെപ്പൽസ് എത്ര ഉണ്ട്? 5 സെപ്പൽ ഉണ്ട് അല്ലേ. സോറി, നമുക്കറിയാം. സെപ്പൽ വരയ്ക്കുമ്പോ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കണം. 1 2 3 4 5. വാൽവേറ്റ് പറഞ്ഞാൽ എന്താ? പരസ്പരം ഓവർലാപ്പ് ചെയ്യില്ല. അതിനെന്ത് പറയാ? വാൽവേറ്റ് എന്ന് പറയാം. പിന്നെ ഗാമോസെപ്പാലസ് ആണ്. ഗാമോസെപ്പാലസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സെപ്പൽസും 5 സെപ്പൽസ് ഉണ്ട്. 5 സെപ്പൽസ് എന്താണ്? ഫ്യൂസ്ഡ് ആണ്.
അത്രേ ഉള്ളൂ. 5 സെപ്പൽസ് പ്രസന്റ് ആണ്. വാൽവേറ്റ് എസ്റ്റുവേഷൻ ആണ്. ഗാമോസെപ്പാലസ് ആണ്. കാലിക്സ് എന്താണ്? പെർസിസ്റ്റന്റ് കാലിക്സ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് കഴിഞ്ഞു. കൊറോള. കൊറോള എന്ന് പറയുമ്പോ അതിന് പഠിക്കാനെന്ന് വെച്ചാല് 5 പെറ്റൽസ് ഉണ്ട്. ഗാമോ പെറ്റാലസ് ആണ്. വാൽവേറ്റ് എസ്റ്റുവേഷൻ ആണ്. എന്നുവെച്ചാ 5 പെറ്റൽസ് പ്രസന്റ് ആണ്. ഗാമോസെപ്പാലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും. ഒപ്പം തന്നെ എന്താണ്? വാൽവേറ്റ് എസ്റ്റുവേഷൻ ആണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ അവരുടെ കൂടി വരയ്ക്കാം. നോക്കി നോക്കി, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് വരയ്ക്കാം കേട്ടോ. 1 2 3 4 5. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനിങ്ങനെ കോൺ ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇതിന് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. കഴിഞ്ഞു. ഇത് കുറച്ചുകൂടി നീങ്ങിപ്പോയി കറക്റ്റ് സെന്ററിൽ വരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. കറക്റ്റ് സെന്ററിൽ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? കറക്റ്റ് സെന്ററിലാക്കാൻ നോക്കാം. കുറച്ച് ഏകദേശം സെന്ററിലായി വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാം കേട്ടോ. വാൽവേറ്റ് ആകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഓവർലാപ്പ് ചെയ്യില്ല. വാൽവേറ്റ് എസ്റ്റുവേഷൻ ആണ്. പിന്നെ എന്താണ്? ഗാമോ പെറ്റാലസ് ആണ്. ഗാമോ പെറ്റാലസ് എന്ന് എന്താ? ഇവര് പരസ്പരം ഫ്യൂസ്ഡ് ആണ്. ഫ്യൂസ്ഡ് ആവുമ്പോ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഫ്യൂസ്ഡ് ആണ്. ഗാമോ പെറ്റാലസ് ആണ്. ഫ്യൂസ്ഡ് ആണ്. വാൽവേറ്റ് എസ്റ്റുവേഷൻ ആണ്. അപ്പൊ അത് കഴിഞ്ഞു. അടുത്താണ് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോ 5 സ്റ്റാമൻ ഉണ്ട്. എപ്പിപെറ്റാലസ് ആണ്. 5 സ്റ്റാമൻ ഉണ്ട്. എപ്പിപെറ്റാലസ് ആണ്. 5 സ്റ്റാമൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കണേ 5 ഇത് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ നോക്കിയേ, 5 സെപ്പൽ ഉണ്ട്, 5 പെറ്റൽ ഉണ്ട്, 5 സ്റ്റാമൻ ഉണ്ട്. നോക്കിയാൽ എളുപ്പമല്ല പഠിക്കാനായിട്ട്. എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പെറ്റലും സ്റ്റാമനും കൂടി ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിരിക്കാം. ഇതാണ് പെറ്റലെങ്കിൽ എതളിന്റെ കൂടെ സ്റ്റാമൻ ഫ്യൂസ് ചെയ്തിരിക്കാൻ നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു? എപ്പിപെറ്റാലസ്. അപ്പൊ നമ്മൾ 5 സ്റ്റാമൻ ഉള്ളത്. അത് നമ്മൾ ആൾട്ടർനേറ്റ് എന്നൊക്കെ പറയുള്ളൂ. അതായത് ഇവിടെ ആയിരിക്കും സ്റ്റാമനിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കാം. സ്റ്റാമൻ ഇവിടെ ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം കേട്ടോ. സ്റ്റാമൻ എത്ര ഉണ്ട്? 1 2 3 4 5. സ്റ്റാമൻ എത്ര ഉണ്ട്? 5 സ്റ്റാമൻ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ സ്റ്റാമൻ കഴിഞ്ഞു. 5 ഉണ്ട്. എപ്പിപെറ്റാലസ് പെറ്റലിനോട് ചേർന്നിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഇതിന് ഇങ്ങനെ കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്തതിന് അർത്ഥം എന്താ? എപ്പിപെറ്റാലസ് ആണ്. സ്റ്റാമൻ പെറ്റലിനോട് ചേർന്നിരിക്കുകയാണ്. നോക്കിയേ, എപ്പിപെറ്റാലസ് സ്റ്റാമൻസ് അല്ലേ ഇവര് കാണുന്നത്? എന്താ കാരണം? ഈ സ്റ്റാമൻ പെറ്റലിനോട് ചേർന്നിരിക്കല്ലേ. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? എന്തായിരുന്നു? നമ്മൾ ഇങ്ങനെ വരച്ച് പഠിക്കാട്ടോ. അതെന്താണ്? ഇത് സെപ്പലാണ്. എന്തായിരുന്നു? 5 ഉണ്ടായിരുന്നു. ഗാമോസെപ്പാലസ് ആയിരുന്നു. പെറ്റല് 5 ഉണ്ടായിരുന്നു. ഗാമോസെപ്പാലസ് ആയിരുന്നു. ആൻഡ്രീഷ്യം 5 ഉണ്ടായിരുന്നു. എപ്പിപെറ്റാലസ് ആയിരുന്നു. എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്താ? പെറ്റലും ഒപ്പം തന്നെ സ്റ്റാമനും കൂടി ഒരുമിച്ചിരിക്കാം. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഗൈനീഷ്യത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഗൈനീഷ്യം എന്താണ്? ബൈകാർപ്പില്ലറി ആണ്. സിൻകാർപ്പസ് ആണ്. ബൈകാർപ്പില്ലറി സിൻകാർപ്പസ് ആണ്. ഒപ്പം തന്നെ ബൈലോക്കുലാർ ആണ്. ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ, സുപ്പീരിയർ ഓവറി ആണ്. ബൈകാർപ്പില്ലറി എന്ന് പറഞ്ഞാൽ എന്തുദ്ദേശിക്കുന്നത്? 2 കാർപ്പല് പ്രസന്റ് ആണ്. 2 കാർപ്പൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ബൈകാർപ്പില്ലറി ആണ്. അതായത് മെയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ 2 ഉണ്ട്. അപ്പൊ എന്താണ്? ബൈകാർപ്പില്ലറി ആണ്. അടുത്ത് നോക്കിയേ, ബൈലോക്കുലാർ ആണ്. എന്ന് വെച്ചാൽ 2 ലോക്കസ് പ്രസന്റ് ആണ്. 2 ഹോൾ പ്രസന്റ് ആണ്. എന്താണ്? സിൻകാർപ്പസ് ആണ്. ആ 2 ആൾക്കാര് 2 കാർപ്പൽ ഉണ്ട് എന്നുള്ളത് ഓക്കെ. 2 ആളും ഫ്യൂസ്ഡ് ആണ്. ഫ്യൂസ്ഡ് എന്ന് പറഞ്ഞ പേരെന്താ? സിൻകാർപ്പസ്. ഒറ്റയ്ക്കാണെങ്കിലോ എപ്പോകാർപ്പസ്. സിൻകാർപ്പസ് ആണ്. എന്താണ്? സിൻകാർപ്പസ് ആണ് കേട്ടോ. സുപ്പീരിയർ ഓവറി ആണ് എന്ന് വെച്ചാൽ എന്താ? ഹൈപ്പോഗൈനസ് ആണ്. സുപ്പീരിയർ ഓവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓവറി മുകളിലാണ്, ബാക്കി എല്ലാവരും ആരാണ്? താഴെയാണ്. ബാക്കി എല്ലാവരും പറഞ്ഞാൽ ആരാ?
ആൻഡ്രീഷ്യം സെപ്പൽസും പെറ്റൽസും താഴെയാണ്, ഓവറി മാത്രം സുപ്പീരിയർ ആണ്. മനസ്സിലായോ? അതിനുള്ള പറഞ്ഞ പേരെന്താ? ബൈകാർപ്പിലർ സുപ്പീരിയർ ഓവറിയാണ് ഹൈപ്പോഗൈനസ് നമ്മൾ പറയും, ഫ്ലവറിനെ പറയും. അപ്പൊ നോക്കിയേ, അപ്പൊ ബൈകാർപ്പിലർ ആണ്, സിങ്കാർപ്പസ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ വരയ്ക്കാന്ന് വെച്ചാലേ നോക്കിക്കോളൂ കേട്ടാ, ശരിക്കും മനസ്സിലാക്കുക. ഓവറി വരച്ചു, ബൈലോക്കുലാർ അല്ലേ? ബൈലോക്കുലാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പ്ലാസന്റ ഉണ്ടല്ലോ, ഇതിന്റെ പ്ലാസന്റ എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലഷി ആയിട്ട്, ഫ്ലഷി എന്ന് മാത്രമല്ല കുറച്ച് തടി കൂടുതലാണ് കേട്ടോ. അങ്ങനല്ലേ കൊടുത്തിരിക്കണേ? ഒരു മിനിറ്റ് ഒന്ന്. പ്ലാസന്റ സ്വള്ളനാണ്, പ്ലാസന്റ സ്വള്ളനാണ്. പ്ലാസന്റ സ്വള്ളനായതുകൊണ്ട് നമ്മൾ പ്ലാസന്റ ഇങ്ങനെ വരയ്ക്കും. ബൈലോക്കുലാർ ആണല്ലോ, രണ്ട് ലോക്കസ് ആയില്ലേ, രണ്ട് ലോക്കുലാർ ആയില്ലേ. പിന്നെന്താണ്? ഒരുപാട് ഒബ്യൂൾസ് അറ്റാച്ച്ഡ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. വരയ്ക്കുമ്പോ ഭയങ്കര എന്തോ വലിയ കാര്യം തോന്നും. നിങ്ങൾ നോക്കിയേ, ഈ മുളക് നിങ്ങൾ നോക്കിയേ, മുളക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊരു മുളക് പോയിട്ട് മുറിച്ച് നോക്കുക കേട്ടോ. മുളകില് എന്താ പ്രത്യേകത നോക്കിയേ നിങ്ങള്? രണ്ടെണ്ണം കാണുന്നില്ല. ഞാനൊരു പെൻസിൽ എടുത്ത് കാണിച്ചു തരാം. നോക്കിയേ, ഈ മുളകിന്റെ പ്രത്യേകത നോക്കിയേ നിങ്ങള്. ഇതൊരു ലോക്കസ് ആണ്, ഇത് വേറെ ലോക്കസ് ആണ് അല്ലെ? ബൈലോക്കുലാർ എന്ന് കണ്ടോ നിങ്ങള്? ഇതൊരെണ്ണം, ഇതൊരു ലോക്കസ് ആണ്, ഇത് വേറെ ലോക്കസ് ആണ്. അത്രേ ഉള്ളൂ. നമ്മുടെ മുളകിലും തക്കാളിലും ഒക്കെ കാണുന്നതാണ്. പ്രത്യേകത നോക്കിയേ, ഇതെന്താണ്? ഇതാണ് നമ്മൾ മുളക് മുറിച്ചതിന് ഇങ്ങനെ ഇരിക്കും. ഇതിലത്തെ പകുതി ഇതൊരു ലോക്യൂളാണ്, ഇത് വേറെ ലോക്യൂളാണ്. ഇതല്ലേ ഇതിന്റെ പ്ലാസന്റ എന്ന് പറഞ്ഞ സെന്ററിൽ ഈ സാധനം, അത് കുറച്ച് സ്വള്ളനല്ലേ, അതാണ് ഇവിടെ വരച്ചിരിക്കണേ. ഇത് മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുവോ അതാണ് ഇവിടെ വരച്ചിരിക്കണേ. അപ്പൊ നിങ്ങൾ പോയിട്ട് മുളകൊന്ന് മുറിച്ചു നോക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഏറ്റവും രസകരമായ വേറെ കാര്യം പറയാട്ടാ, സാറ് പറയും, കുറച്ച് പറയും ഇതില് തക്കാളി ഉണ്ട്, ബ്രിഞ്ചാളും ഉണ്ട്. എന്നിട്ട് നിങ്ങൾ പോയിട്ട് തക്കാളി മുറിച്ചു നോക്കുമ്പോ കാണണത് ഇങ്ങനെയായിരിക്കും. ഞാൻ ചെറുപ്പത്തില് തക്കാളി മുറിച്ചു നോക്കിയപ്പോ ആദ്യം ഇങ്ങനെയാ കണ്ടേ. അപ്പൊ ഞാൻ സാറോട് സാറേ ഇതില്, അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ തെറ്റാവെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കിയേ ഇതിലത്തെ പ്രത്യേകത എന്താന്ന് മനസ്സിലായി മക്കൾക്ക്? നോക്കിയേ, ഇതിൽ നോക്കിയേ, ഇത് ഒരെണ്ണാണ്, ഇത് ഒരു ലോക്കസ് ആണ്, ഇത് വേറെ ലോക്കസ് ആണ്, ഇത് വേറെ ലോക്കസ് ആണ്. മനസ്സിലായോ? 3 ലോക്കസ് ആണെന്നില്ലേ? ഇതിലത്തെ ഈ സെന്റർ ഭാഗം ഉണ്ടല്ലോ, ഈ സെന്റർ ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാസന്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, ഇവിടെ ഇത് ഒരു ലോക്കസ് ആണ് വരുന്നത്, ഇത് ഒരു ലോക്കസ് ആണ്, ഇത് വേറെ ലോക്കസ് ആണ് വരുന്നത്, ഇത് വേറെ ലോക്കസ് ആണ്. അങ്ങനത്തെ 3 ലോക്കസ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, അല്ല ഇത് ട്രൈകാർപ്പിലറും ട്രൈലോക്കുലാർ ആണോ? അത് ലില്ലിയേസി ആണല്ലോ. അപ്പൊ ഞാൻ പോയി എന്റെ ഫ്രണ്ടിനോടൊന്ന് നോക്കാൻ പറഞ്ഞു. അവള് നോക്കിയിട്ട് പറഞ്ഞേ, ഇത് ട്രൈലോക്കുലാർ അല്ല ടെട്രാലോക്കുലാറാന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം? 4 എണ്ണം. അപ്പൊ ഞാൻ എന്റെ പ്രൊഫസറിനെ വിളിച്ചു ചോദിച്ചു, സാറേ ഇതെങ്ങനെയാണല്ലോ? അപ്പൊ സാറ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ, നിങ്ങൾക്കും ചിലപ്പോൾ അനുഭവം വരും. നിങ്ങൾ ഈ തക്കാളി മുറിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. അതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ ഈ പറയുന്നത് വൈൽഡ് വെറൈറ്റിയുടെ കാര്യമാണ്. അതായത് കാട്ടിൽ വളരുന്ന വൈൽഡ് വെറൈറ്റീസ് കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളർത്തുന്ന ഈ തക്കാളികള് നമ്മൾ ബ്രീഡിംഗ് പർപ്പസ്, ബ്രീഡിംഗ് മെത്തേഡ്സ് ഒക്കെ വളർത്തുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം. അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാം ഈ കാർപ്പൽസ് തമ്മിൽ ഫ്യൂഷനിൽ മാറ്റം സംഭവിക്കാം കേട്ടോ. മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ എന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾക്ക് പഠിക്കാനുള്ള എന്താണ്? ബൈലോക്കുലാർ ആണ് മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാണ് ബൈലോക്കുലാർ വരാൻ കാരണം? ഇതെന്ന് പറയുന്നത് ഒരു കാർപ്പലിൽ ഉണ്ടായതല്ല. മനസ്സിലാക്കാട്ടോ, മനസ്സിലാക്കാം. ഇത് ഒരു ഓവറി, ഒരു കാർപ്പല്, ഇത് വേറെ കാർപ്പല്, ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ 2 എണ്ണം വന്നത്. 2 എണ്ണം ഫ്യൂസ് ചെയ്തു. ബൈകാർപ്പില്ലറി. മനസ്സിലായോ? സിങ്കാർപ്പസ് രണ്ടും കൂടി ഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സംഭവിച്ചത് 2 ലോക്കസും. നമ്മൾ മറ്റേ ആക്സിയൽ പ്ലാസന്റേഷനിൽ പറഞ്ഞില്ലേ, മൾട്ടി കാർപ്പില്ലറി ആണ്, സിങ്കാർപ്പസ് ആണ്. അപ്പൊ സംഭവിച്ചു ഒരുപാട് ഒരു ഡിവിഷൻ സെക്ടറുകൾ വന്നു. ഫ്രൂട്ടിന് ആത്തച്ചക്കയുടെ കേസിൽ പറഞ്ഞില്ലേ, മൾട്ടി കാർപ്പില്ലറി ആണ്,
അപ്പോകാർപ്പസ് ആണ്. അപ്പൊ എന്തായി? അപ്പൊ എല്ലാം വേറെ വേറെ ഫ്രൂട്ട് ആയിട്ട് മാറി. ഒരു ഫ്രൂട്ടിൽ തന്നെ ഒരുപാടെണ്ണം കാണാനില്ല. എന്താണ്? മൾട്ടി കാർപ്പലറി ആവാം. അപ്പൊ സിങ്കാർപ്പസ് ആയിരിക്കും. തക്കാളി എന്താണ്? സിങ്കാർപ്പസ് ആണ്. മുളക് എന്താണ്? സിങ്കാർപ്പസ് ആണ്. വഴുതനങ്ങ എന്താണ്? സിങ്കാർപ്പസ് ആണ് കേട്ടോ. മനസ്സിലാക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ മുറിക്കുമ്പോൾ മനസ്സിലാക്കി ലോക്യൂൾസും ഓവ്യൂൾസും സീഡും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം കേട്ടോ. നമ്മളിനി മുരിങ്ങയ്ക്ക് അറിയുമ്പോൾ സംഭവിക്കും മനസ്സിലാക്കാം. ആ സീഡ് ഡിസ്പേഴ്സലിന്റെ കാര്യം ആലോചിക്കാം. ആ വിങ്ഡ് സീഡ്സ് മുരിങ്ങയ്ക്കുള്ളത് ഓർക്കുന്നില്ല? വിങ്ഡ് സീഡ്സ്. ഇനി അപ്പൂപ്പന്താടി കാണുമ്പോൾ എന്തെന്ന് പറയാ? പാപ്പസ് എന്ന് പറയാം. അത് സെപ്പലിന്റെ മോഡിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കാം. മുസാണിനെ കാണുമ്പോൾ എന്ത് മനസ്സിലാക്കാം? അത് സെപ്പലിന്റെ മോഡിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി പാള കാണുമ്പോൾ എന്ത് മനസ്സിലാക്കാം? അത് ലീഫ് ബേസിന്റെ മോഡിഫിക്കേഷൻ ആണ്. അവസാനം നാട്ടുകാർ പറയും നമുക്ക് പ്രാന്തെന്ന് പറയും. പക്ഷെ കുഴപ്പമില്ല, നല്ല രസകരമായിട്ടുള്ള കാര്യമാണ്. ഇനി വാഴേനെ കാണുമ്പോൾ തടി എന്ന് പറയുമ്പോൾ എന്ത് പറയാ? അപ്പച്ച അല്ലെങ്കിൽ അമ്മേ വാപ്പച്ച ഇത് സ്റ്റെം അല്ല, ഇത് ലീഫാണ്, ഇത് ലീഫ് ബേസിന്റെ മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കാം. നമ്മുടെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഫ്ലോറൽ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു കേട്ടോ. ഫ്ലോറൽ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഫ്ലോറൽ ഫോർമുല എഴുതി നോക്കാം. നമുക്ക് കടന്നുമില്ല എന്നിട്ട് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ബെറി ആണ് കേട്ടോ. ബെറി ലൈക്ക് ഫ്രൂട്ട് ഉണ്ടാവും. ബെറി അല്ല, നമ്മുടെ തക്കാളി ആയാലും എല്ലാം ബെറി പോലെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഫ്രൂട്ട് ബെറി ആണ് കേട്ടോ. നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഫ്ലോറൽ ഫോർമുല നമുക്ക് എഴുതി നോക്കാം. എങ്ങനെയാണ്? ആക്ടിനോമോർഫിക് ആണ്. ആക്ടിനോമോർഫിക് നമ്മൾ എന്ത് എഴുതും? ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മറ്റേതിൽ ഇങ്ങനെയല്ലേ എഴുതിയേ? അപ്പൊ ആക്ടിനോമോർഫിക് എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും. ഇതിന് വേണമെങ്കിൽ എങ്ങനെയൂടെ എഴുതാം, ഇങ്ങനെയൂടെ എഴുതാം കേട്ടോ. അപ്പോ ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്, പിന്നെ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അല്ലെ? ഗൈനീഷ്യം എത്ര? അപ്പൊ നമുക്ക് കാലിക്സ് എത്ര ഉണ്ട്? 5 കാലിക്സ് ഉണ്ട്. 5 കാലിക്സ് ഉണ്ട്. എന്താണ്? ഗാമോ സെപ്പാലസ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമ്മള് അതിനൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും. ഗാമോ സെപ്പാലസ് ആണ്. കാർപ്പൽസ് എത്ര ഉണ്ട്? 5 എണ്ണല്ലേ ഉള്ളൂ. 5 എണ്ണം ഉണ്ട്. അതിനെന്തുണ്ട്? ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. എന്താ കാരണം? അത് ഫ്യൂസ്ഡ് ആണ്. ആൻഡ്രീഷ് എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഗൈനീഷ് എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അത് ഫ്യൂസ്ഡ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. സുപ്പീരിയർ ഓവറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ അടിയിലൊന്ന് വരച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഇത് പഠിച്ച് ഇത് വരയ്ക്കാൻ പറ്റും. ഒരു കാര്യമുണ്ട്, ഒരു മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എപ്പിപെറ്റാലസ് എന്തായിരുന്നു? നമ്മുടെ പെറ്റലും അതുപോലെ തന്നെ ആൻഡ്രീഷും കൂടി ഫ്യൂസ് ചെയ്തിരിക്കുന്ന അവസ്ഥ അല്ലെ? അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, പെറ്റൽ എന്ന് പറയുന്ന കൊറോളയല്ലേ, അതും ആൻഡ്രീഷും ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പിപെറ്റാലസ് കണ്ടീഷൻ. ഇതാണ് നമ്മുടെ ഫ്ലോറൽ ഫോർമുല കേട്ടോ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഫ്ലോറൽ ഫോർമുല കഴിഞ്ഞു. ഓക്കെ. ഇതാണ് ഫ്ലോറൽ ഡയഗ്രാം, ഇതാണ് ഫ്ലോറൽ ഫോർമുല കഴിഞ്ഞു. അപ്പൊ ഇത് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറച്ച് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ. ഈ ഓർഡർ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. ഇൻഫ്ലോറസൻസ്, ഫ്ലവർ, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഫ്രൂട്ട് കേട്ടോ. ഈ ഓർഡറിൽ പഠിച്ചോളൂ. നമുക്ക് ഇനി ഇതിന്റെ കുറച്ച് എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാമിലി കഴിയായി കേട്ടോ. ഇതിന്റെ കുറച്ച് എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കുറച്ച് എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൽ ആരൊക്കെ വരണേ? ഇതിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ കുറച്ച് വെജിറ്റബിൾസ് വരുന്നുണ്ട് അല്ലെ? അതിന് കുറച്ച് ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് വരുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് ആരൊക്കെ വരുന്നേ? ടൊമാറ്റോ, ബ്രിഞ്ചാള് വരുന്നുണ്ട്. പിന്നെ സ്റ്റെം മോഡിഫിക്കേഷൻ ആയിട്ട് ആര് വരുന്നുണ്ട്? നമ്മുടെ പൊട്ടാറ്റോ വരുന്നുണ്ട്. സ്പൈസസ് ആയിട്ട് ആര് വരുന്നുണ്ട്? ചില്ലി വരുന്നില്ലേ? ചില്ലി വരുന്നുണ്ട്. അത് പിന്നെ മെഡിസിനൽ പ്ലാന്റ്സിൽ കുറച്ച് പ്രത്യേകം അത് മനസ്സിലാക്കണം കേട്ടോ. മെഡിസിനൽ പ്ലാന്റ്സ് നമ്മൾ ഏതിന്റെയും പരിചയമല്ല. അശ്വഗന്ധ എന്ന് പറയുന്ന ആ ഒരു മിറാക്കുലസ് ചെടി വരുന്നത് ഇതിലാണ് കേട്ടോ. ആ മിറാക്കുലുള്ള ആ ചെടി വരുന്നത് ഇതിലാണ്. അശ്വഗന്ധ എന്ന് പറയുന്ന ആ ചെടി വരുന്നത് സോളനേസിയ ഫാമിലിയാണ്. അതുപോലെ തന്നെ ബെലഡോണ എന്ന് പറഞ്ഞൊരു ചെടി കൂടി വരുന്നുണ്ട് കേട്ടോ. ബെലഡോണ അതൊരു ഡ്രഗാണ്. ബെലഡോണ അതായത് അത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസില് ഈ കണ്ണുണ്ടല്ലോ, കണ്ണിൽ ഇത് ഒഴിക്കും. അപ്പൊ
പ്യൂപ്പിൾ ഡൈലേഷൻ എന്നാണ് സംഭവിക്കാനായിട്ട്. ഇതല്ല പ്യൂപ്പിളുടെ ഡൈലേഷന് വേണ്ടിയിട്ടും ഡോക്ടേഴ്സിന് കൂടുതൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ. അത് സാധാരണ ഡ്രഗ് ആയിട്ട്, അല്ലാതെ തന്നെ ഹലൂസിനേറ്റീവ് ഡ്രഗ് ആയിട്ട്. നമുക്കറിയാം ഈ കഞ്ചാവ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്തിരുന്നായിരുന്നു, ഒരു മോർഫിന്റെ എഫക്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ മിസ്യൂസ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ബെലഡോൺ എന്ന് പറയുന്നത് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ അത് ഹാലൂസിനേഷൻ ഏജന്റ് ആയിട്ട് ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടും പറയണം. അപ്പൊ പിന്നെ നമുക്ക് ഓർണമെന്റൽ ആയിട്ട് പെറ്റൂണിയ എന്ന് പറഞ്ഞ പ്ലാന്റിനെ കുറിച്ച് കൂടി പഠിക്കാണ്. ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് പെറ്റൂണിയ നല്ല ഭംഗിയാട്ടോ. ഒരു ഓറഞ്ച് കളറിഷ് ആയിട്ട് പല കളർ ഉണ്ട് പെറ്റൂണിയ. നമ്മുടെ ഈ 10 മണിപ്പൂ ഇല്ലേ, 10 മണിപ്പൂ പോലെ ഭയങ്കര ബുഷി ആയിട്ട് വളരുന്ന നല്ല ഭംഗിയായിട്ടുള്ള പൂവാണ്. കാരണം വീട്ടിലുണ്ട്, ബുഷി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പഠിച്ചു നോക്കി, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് 2 ഫാമിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? നമ്മുടെ ഫെബേസിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, സോളനേസിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ലില്ലിയേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഒരെണ്ണത്തിന് എക്സാമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്യാം. നമ്മൾ സോളനേസിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു ഫിക്സ് ചെയ്യാം? മുളകിനെ ഫിക്സ് ചെയ്യാം. പെർസിസ്റ്റന്റ് കാലിക്സ് ആണ്, ബൈലോക്കുലാർ ആണ്, അപ്പൊ ബൈകാർപ്പലറി ആണ്. ആൻഡ്രീഷ തമ്മിൽ ബാക്കിയെല്ലാം 5 ആണ്. സെപ്പൽസും പെറ്റൽസും കൊറോളയും ഒക്കെ 5 ആണ്. പിന്നെ എപ്പിപെറ്റാലസ് ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. മറ്റേ എങ്ങനെയായിരുന്നു? നമ്മ പയർന്ന് ആലോചിക്കുമ്പോഴേ എന്ത് പാപ്പിലോസിസ് കൊറോണ, അതായത് വെക്സിലറി എസ്റ്റുവേഷൻ ഓർമ്മ വരണം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഓർമ്മ വരണം. അപ്പൊ എക്സിലറി എസ്റ്റുവേഷൻ ആണ്, പുറത്ത് വാൽവേറ്റ് ആണ്, അകത്ത് എക്സിലറി എസ്റ്റുവേഷൻ ആണ്. 9+1 അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പറഞ്ഞത്? 9+1 അറേഞ്ച്മെന്റും എക്സിലറി എസ്റ്റുവേഷൻ. അതിൽ യൂണിലോക്കുലാർ ആണ്, മോണോകാർപ്പലറി ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ഒന്ന് പഠിക്കാം. ഫ്ലോറൽ ഫോർമുല പഠിച്ച് മാറ്റൂ അല്ലെ. ഫ്ലോറൽ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എഴുതിയെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും സുഖമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ചുറ്റുമുള്ള അടുക്കളയിൽ അമ്മച്ചിയോടൊപ്പം ഉള്ള ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്, നമുക്ക് ചുറ്റുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഇനി ഓരോ ചെടിയെ നിരീക്ഷിക്കാൻ പഠിക്കാം. നമുക്ക് ചുറ്റുമുള്ള ചെടികളെ നിരീക്ഷിക്കാൻ പഠിക്കാം. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും? ആനിമൽസിലേക്ക് പോകും. അപ്പൊ നമ്മൾ ആനിമൽസിനെ കുറിച്ച് പറയും. ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള പ്ലാന്റ്സിന്റെ ഓരോ ഇല കാണുമ്പോ എന്താണ്? റെക്ടിക്കുലേറ്റ് ആണോ, പാരലാണോ നോക്കുക അല്ലെ. അപ്പൊ അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. പ്രകൃതിയെ കുറച്ച് നിരീക്ഷിക്കാൻ പറ്റട്ടെ. ആശംസിക്കുകയാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.